അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മളപ്പോ ഇന്ന് എന്തിനാണ് ഈ ഒരു മീറ്റിംഗ് ഇവിടെ വെച്ചത്? അതും വിംബിൾ ഹാർമണിയിലുള്ള പീപ്പിൾസിന് വേണ്ടി മാത്രമാണ്. എന്താണ് അതിന്റെ പർപ്പസ് എന്ന് അറിയാവോ? എന്തിനായിരിക്കും ഇന്ന് ഈ ഒരു ദിവസം, അതായത് 11th ഡേ ആണല്ലേ നമുക്കിന്ന് 90 ഡേയ്സ് ചാലഞ്ചിൽ 11th ഡേ. പിന്നെ ഇങ്ങനെ ഒരു ക്ലാസ് വെക്കാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് ഉദ്ദേശം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? എനി ഐഡിയ? ചക്ര മെഡിറ്റേഷൻ അല്ലേ മാം? യെസ്, ചക്ര മെഡിറ്റേഷൻ തുടങ്ങുകയാണ് നാളെ മുതൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? യെസ്. അപ്പൊ ഈ ഒരു 10 ദിവസം കൃത്യമായി കമ്മിറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തവരാണ് ഇവര് ഉള്ള എല്ലാവരും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആൻഡ് 1-2 പേര് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവോ? ഈ 10 ദിവസം മേ ബി ചില ആളുകൾക്ക് സ്റ്റക്ക് തോന്നിയിരിക്കാം, കണക്ഷൻ കിട്ടാതെ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സബ്സിഡറി ഗ്രൂപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തത് ജെനുവിൻലി? ഇപ്പൊ നിങ്ങൾക്ക് സ്റ്റക്ക് ഫീൽ ചെയ്തെന്നാണെന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം, അതിന് നമ്മൾ അടുത്ത കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒരേ ഫ്രീക്വൻസി ലെവലിലായിരിക്കില്ല, അപ്പൊ ക്യാപ്ചർ ചെയ്യുന്ന രീതിയും ഡിഫറെന്റ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് 10 ഡേയ്സ് കൊണ്ട്? എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തത്? എനി ഡിഫറൻസ് ഫീൽ ചെയ്തോ എന്നുള്ളത് ഓപ്പൺ ചെയ്ത് പറയാൻ പറ്റുന്നവർ 1-2 പേരൊന്ന് പറയാമോ? പറയാവോ? ആരെങ്കിലും ഓപ്പൺ ചെയ്ത് പറയൂ. വിശ്വാസം കിട്ടി. കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഓ, അവിടെ കുറച്ച് നെറ്റ് ഇഷ്യൂ ഉണ്ട്. കേൾക്കാം? ബ്രേക്ക് ആണല്ലോ. ബ്രേക്ക് ആണല്ലേ? നല്ലൊരു വിശ്വാസം കിട്ടി. ആണോ? എന്നാ വേറെ പറഞ്ഞോളൂ. വിശ്വാസം കിട്ടിയെന്നല്ലേ? ഓക്കെ, ഫൈൻ. നീ മറ്റൊരാള് ഒന്ന് ഷെയർ ചെയ്താലോ? എന്റെ വോയിസ് ബ്രേക്ക് ഒന്നും അല്ലല്ലോ? ഓക്കെ അല്ലേ? നല്ലൊരു ആത്മവിശ്വാസം കിട്ടി അല്ലേ? നെക്സ്റ്റ് ഷെയർ ചെയ്യും. നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ കേൾക്കാനല്ലേ ഞാൻ ഇങ്ങനൊരു സെഷൻ വെച്ച്, ഡൗട്ടുകൾ ചോദിക്കാനും ഒക്കെ. ഓക്കെ. ഹലോ, ഞാൻ ഇന്നലെ സബ് ഗ്രൂപ്പിൽ ഇന്നലെ ആദ്യമായിട്ട് ചേർന്നതാണ്, അപ്പൊ കൂടുതലായിട്ട് ഇതിനെ കുറിച്ച് അറിയില്ല. ഓക്കെ, ഫൈൻ. ചെയ്തുകൊണ്ടിരിക്കുന്നവര് ആരെങ്കിലും ഉണ്ടോ? ഹലോ മാം, ജോയിൻ ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട്? ഹലോ, ഗ്രൂപ്പിൽ മെസ്സേജസ് വരുന്നത് പോലെ. ഹലോ, നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ? ഞാൻ ക്ലിയർ ആണ്. ഓക്കെ. ഇടയ്ക്കൊന്ന് സ്റ്റക്ക് ആവുന്നുണ്ട്. ഇപ്പൊ ഓക്കെ ആണോ? മേ ബി നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആയിരിക്കും. ഓക്കെ, കുഴപ്പമില്ല. അപ്പം നമ്മള് 90 ഡേയ്സിന്റെ ടാർജറ്റ് വെച്ച് ഫസ്റ്റ് മന്തിൽ 10ാമത്തെ ദിവസം കംപ്ലീറ്റ് ചെയ്ത് ഇന്ന് 11ാമത്തെ ദിവസത്തിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഇപ്പോൾ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ 10 ദിവസത്തെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ചോദിച്ചത്. ആരും ഓപ്പൺ ചെയ്യാത്തത് കൊണ്ട് ഞാൻ മൂവ് ചെയ്തോട്ടെ. ഇനി ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഷെയർ. യെസ്, താങ്ക് യു.
വാട്ടർ ക്ലൻസിങ്ങിന്റെ ഒരു ഫീഡ്ബാക്ക് പറയണമെന്നുണ്ട്. ആ ഫുൾ മാം വിട്ടിട്ടുള്ള ആ ഒരു കറക്റ്റ് ആ മെത്തേഡിൽ തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ നല്ലൊരു എനർജി തന്നെയായിരുന്നു. ഒരു എനർജി ഡ്രിങ്ക് കുടിക്കുന്ന പോലെ ഒരു ഫീൽ ആയിരുന്നു. എപ്പോഴും വെള്ളം കുടിക്കുമ്പോൾ ആ ഒരു തോട്ട് മൈൻഡിലേക്ക് വരുന്നുണ്ട്. അതൊരു പോസിറ്റീവ് ഫീലിംഗ് ആയിരുന്നു. പിന്നെ അതെല്ലേ? മെഡിക്കൽ പെട്ടെന്ന് എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ എനിക്ക് കുറച്ച് നെറ്റിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് രണ്ടിന് മുഴുവനാക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഡെയിലി ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷെ ചെയ്തതൊക്കെ നല്ല ഫീലിംഗ് ആയിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. എന്തെങ്കിലും ഡിസ്കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ സബ്സിഡറി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ടോ? സബ് ഗ്രൂപ്പില് സബ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ കണ്ടിട്ടില്ല. നോക്കട്ടെ ഗ്രൂപ്പില് കുഴപ്പമില്ല, ഞാൻ റീസെൻഡ് ചെയ്യാം. ഓക്കെ. എനിവേ, അപ്പോ നമ്മൾ ഇനി അങ്ങോട്ടേക്ക് മുന്നിലേക്ക് പോകുന്ന ഓരോ ദിവസവും നമുക്ക് വളരെ വാല്യുബിൾ ആണ്. ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും കറണ്ട് ഫ്രീക്വൻസി കണ്ടുപിടിക്കാനായിട്ട് പറ്റി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവരും ഫ്രീക്വൻസി കണ്ടുപിടിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. ബട്ട് ഞാൻ അത് ഒന്നും കൂടി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം, ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ. ആൻഡ് ഈ ഒരു റെക്കോർഡിങ് വരുന്നത് കൊണ്ട് തന്നെ ഒന്നും കൂടി റീകോൾ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ എന്തിനാണ് ഞാൻ ഈ ഫ്രീക്വൻസി നിങ്ങളോട് കണ്ടുപിടിക്കാൻ ചോദിച്ചത് അല്ലെങ്കിൽ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ 2 കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ പറഞ്ഞത് വെറുതെ നിങ്ങളുടെ ഫ്രീക്വൻസി അറിഞ്ഞു വെച്ചോട്ടെ എന്നുള്ളത് കൊണ്ടല്ല. അതിന് പിന്നിൽ 2 റീസൺസ് ഉണ്ട്. ഒന്ന്, നിങ്ങൾ ഒരു ട്രാൻസ്ഫോർമേഷൻ ജേണിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് വെറുതെ കുറെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാം എന്നുള്ളൊരു രീതിയിലല്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഡെഡിക്കേറ്റഡ് ചെയ്ത് നിങ്ങൾ ട്രാൻസ്ഫോം ചെയ്യാൻ വന്നതാണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ ആ ജേണിയിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഡിസയർ ഔട്ട്കമ്മിലേക്ക് എത്ര ദൂരം ഇനി ബാക്കിയുണ്ട് അത് നമുക്കറിയണം. ഒന്നാമത്തെ കാര്യം. അപ്പോൾ നിങ്ങൾക്ക് അറ്റൈൻ ചെയ്യാനുള്ള ആ ഒരു നിങ്ങളുടെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയിലേക്ക് ഇനി എത്ര ദൂരമുണ്ട് എന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടി, അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ബേസിക് ചക്രാസിൽ ആർക്കൊക്കെ ബ്ലോക്സ് ഉണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ്. ബേസിക് ചക്ര എന്ന് പറയുമ്പോൾ ഇപ്പോൾ ദോസ് യു ഹു ഗെറ്റ് ഫ്രീക്വൻസി അണ്ടർ 100, അതായത് നിങ്ങൾ ആ ഒരു ഫ്രീക്വൻസി ടേബിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു റെഡ്, ഓറഞ്ച് ആൻഡ് യെല്ലോ ഷെയ്ഡിൽ വരുന്ന ആ ഒരു ഫ്രീക്വൻസി ലെവലിലാണ് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ ദാറ്റ് മീൻസ് യുവർ ബേസിക് ചക്രാസ് ആർ കംപ്ലീറ്റ് ബ്ലോക്ക്ഡ് ആണെന്ന് പറയാൻ പറ്റില്ല. എനിവേ അവിടെ ഇംബാലൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ബിക്കോസ് റെഡ് ഫോർ റൂട്ട്, അതുപോലെ ഓറഞ്ച് ഫോർ സേക്രൽ ആൻഡ് യെല്ലോ ഫോർ സോളാർ. അപ്പോൾ ഈ 3 ബേസിക് ചക്രാസിൽ നമുക്ക് ഇംബാലൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ചക്രയുടെ കാര്യം ഞാൻ പറയണ്ടല്ലോ അല്ലെ. അപ്പം ബേസിക് ചക്രാസിനെ എത്രമാത്രം ഇംബാലൻസിലാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് നിങ്ങളുടെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ആൻഡ് ആർക്കെങ്കിലും ബിലോ 175 ബിലോ ആണ് നിങ്ങളുടെ ഫ്രീക്വൻസി എങ്കിൽ അത് നോട്ട് ഔട്ട് ചെയ്യുക. ആൻഡ് ഡോണ്ട് വറി, എന്ത് അത് ക്ലിയർ ചെയ്യാനുള്ള കാര്യങ്ങൾക്കാണെങ്കിലും എന്തിനാണെന്നുണ്ടെങ്കിലും എന്ത് സംശയം വന്നു കഴിഞ്ഞാലും ഓടി വരാൻ നിങ്ങൾക്ക് ഫ്രീഡം തന്നിട്ടുണ്ട്. ആൻഡ് ഐ എം ഓൾവേസ് വിത്ത് യു. നിങ്ങൾ കൃത്യമായിട്ട് അത് യൂസ് ചെയ്യുക. മേ ബി നിങ്ങൾ മെസ്സേജ് അയച്ച സ്പോട്ടിൽ എനിക്ക് റിപ്ലൈ തരാൻ പറ്റിയില്ലെങ്കിലും നിങ്ങളുടെ മെസ്സേജ് കാണുമ്പോൾ തന്നെ ഞാൻ അതിന് റിപ്ലൈ തരുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച എല്ലാവർക്കും ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഇനി മുന്നോട്ട് പോകുമ്പോൾ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് മെനി കൺഫ്യൂഷൻസ് വരാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാനുള്ള റീസൺ. ആൻഡ് ഓക്കെ, അപ്പോൾ ഫ്രീക്വൻസി കിട്ടിയവർ ഓക്കെ, ലെറ്റ് മീ എക്സ്പ്ലെയിൻ ദാറ്റ്. നിങ്ങളുടെ കയ്യിൽ ആ ഫ്രീക്വൻസി ടേബിൾ ഉണ്ടെങ്കിൽ ഉള്ളവർ അതൊന്ന് സ്ക്രീനിലേക്ക് എടുത്തു വെച്ചോളൂ. അപ്പൊ ഞാൻ പറയുന്നത് കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സെക്കൻഡ് ടൈമിൽ എഴുതി ഒരു
ഹ്യൂമൻ ഫിഗറിൽ ഫ്രീക്വൻസി കൊടുത്തതല്ല, ഒരു ടേബിൾ ആയിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഫ്രീക്വൻസി ആൻഡ് അത് ഇപ്പൊ ഷെയർ ചെയ്യണം. സ്ക്രീൻ ഷെയറിങ്ങിന് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് പ്രശ്നം. ഞാൻ വാട്സപ്പിൽ ഷെയർ ചെയ്താൽ നിങ്ങൾ നോക്കാവോ? ഓക്കെ ഓക്കെ. യെസ്, ആരോ ഇട്ടിട്ടുണ്ടല്ലോ. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, അപ്പൊ ആ ഫ്രീക്വൻസി ടേബിൾ ഒന്ന് എടുത്ത് സ്ക്രീനിലേക്ക് വെച്ചോളൂ. റെഡി അല്ലേ? സ്റ്റാർട്ട് ചെയ്തോട്ടെ. അപ്പൊ ആദ്യത്തെ ഫ്രീക്വൻസി ഏറ്റവും താഴെ, ഇത് നമ്മൾ ഒരു പേഴ്സന്റെ ട്രാൻസ്ഫോർമേഷൻ വെച്ചിട്ട് തന്നെ നോക്കുകയാണ്. ഒരു സിംഗിൾ പേഴ്സൺ കടന്നു പോകുന്ന ഫേസസ് വെച്ചിട്ട് തന്നെ നമുക്കിത് അനലൈസ് ചെയ്യാം. അപ്പൊ കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഓക്കെ, ഇറ്റ് സ്റ്റാർട്ട് ഫ്രം 20. ഏറ്റവും ലോവർ ഫ്രീക്വൻസി ആണ് പറയുന്നത് 20 എന്നുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് അവിടെ വായിച്ചു നോക്കാൻ പറ്റും. ഷെയിം എന്നുള്ളതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഷെയിം മീൻസ് ഹ്യൂമിലേഷൻ, മിസറബിൾ എന്നുള്ളതാണ് അതിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആ ഒരു ടേബിൾ നോക്കിയാൽ കാണാൻ പറ്റും. ഹ്യൂമിലേഷൻ എന്നല്ല കൊടുത്തിട്ടുള്ളത്. എന്താണ് അതുകൊണ്ട് അർത്ഥാക്കുന്നത് വെച്ചാൽ, നമ്മുടെ ലൈഫിന്റെ പല ഡിഫറെന്റ് ഏരിയാസിനെ നമ്മളൊന്ന് ഓവർലുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് തന്നെ ഒരു എഷെയിം ഫീൽ തോന്നുക, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ ഈ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് നമ്മളെ ഷെയിം ചെയ്യുക, അത് നമ്മൾ ഹേർട്ട് ചെയ്യുക, ആ ഒരു കണ്ടീഷനിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ മേ ബി ഫൈനാൻഷ്യൽ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലായിരിക്കും നമുക്ക് ആ ഒരു ഫീലിങ്സ് ഉണ്ടാവുക. അല്ലെങ്കിൽ നമ്മുടെ അപ്പിയറൻസ്, അതുപോലെ ഹെൽത്ത് റിലേറ്റഡ് ചില പെർട്ടിക്കുലർ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ റിലേഷൻഷിപ്പ് വൈസിൽ പല പല കോംപ്ലിക്കേഷൻസ് വരുന്ന സമയത്ത് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ആ ഒരു ഹ്യൂമിലേഷൻസ്, ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഹ്യൂമിലേഷൻസ് ഫേസ് ചെയ്ത് എല്ലാം സപ്രസ് ചെയ്ത് എല്ലാം നമ്മുടെ കൺട്രോളിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് നമ്മൾ അത്രയും സ്ട്രഗിൾ ഫുൾ ആയിട്ട് മിസറബിൾ ഫേസ് എന്നാ പറയാ അതിന്. ഓക്കെ, ആ ഒരു ഫേസിലാണ് നമ്മൾ മൂവ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഫ്രീക്വൻസി 1 to 20. ഓക്കെ, ഈ ഒരു സ്റ്റേറ്റിൽ നിൽക്കുന്ന ഒരു സമയത്ത് നമ്മൾ ചിന്തിക്കുകയാണ് നമ്മുടെ ലൈഫിൽ ഹാർമണി വേണം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇന്ന കാര്യം അറ്റൈൻ ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ നമ്മുടെ ആ ഒരു ആഗ്രഹത്തിന് കൂടുതൽ ആയുസില്ലാതെ, അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഡൗൺ ആയി മതി, ഇതൊന്നും ഇനിയിപ്പോൾ നടക്കുന്ന കാര്യമല്ല എന്നുള്ളൊരു ചിന്തയിലേക്ക് വീണ്ടും വന്ന് വീഴുന്നതിന്റെ അർത്ഥം നമ്മൾ അവിടെ ഒരു പോസിബിലിറ്റി കാണുന്നില്ല അല്ലെ. അപ്പോൾ ആ ഒരു ഫ്രീക്വൻസിയാണ് ഏറ്റവും ലോവർ ഫ്രീക്വൻസി, ഷെയിം എന്ന് പറയുന്നത്. ഓക്കെ, then a person കുറേ സമയം ഈ ഒരു ഷെയിം എന്നുള്ളൊരു ഒരു ഫേസിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, കുറച്ച് കഴിയുന്ന സമയത്ത് അതിൽ നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും, ഗിൽട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങും. ഗിൽട്ട് ഫീൽ ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും? കുറെ കാലം നമ്മളിങ്ങനെ നാണക്കേടും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെ ജീവിക്കും. അതിനുശേഷം നമുക്ക് തന്നെ തോന്നും, എന്താണ്, നമുക്ക് തന്നെ തോന്നാൻ തുടങ്ങും, ഞാൻ ഒന്നും കൂടി ചെയ്തിരുന്നെങ്കിൽ, ഒരു പക്ഷേ ഇതൊന്നും ഞാൻ ചെയ്യാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് ഇങ്ങനെ ആയത് എൻ്റെ കുറ്റം കൊണ്ടാണ്. ഒന്നിക്ക് നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ മറ്റു ആരെങ്കിലും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇതിനാണ് നമ്മൾ ഗിൽട്ട് എന്ന് പറയുക. ബ്ലെയിമിങ് അവർ സെൽഫ് ഓർ അതേഴ്സ്. സേക്രൽ ചക്ര എന്ന് പറയുന്ന നമ്മുടെ ചക്ര ഡാമേജ് ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു കാര്യമാണ് ഗിൽട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എൻ്റെ ലൈഫ് എവിടെയും എത്തിയില്ല, അല്ലെങ്കിൽ ഞാൻ ഒന്നും ചെയ്തില്ല, ഞാൻ എല്ലാവർക്കും വേണ്ടി സാക്രിഫൈസ് ചെയ്തു, അല്ലെങ്കിൽ അവർ എനിക്ക് ഇങ്ങനെയൊന്നും ചെയ്തു തന്നില്ല, ഇങ്ങനെ എല്ലാത്തിനും കുറ്റബോധം വെച്ച് നമ്മൾ നമ്മളെ തന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ യുവർ ഫ്രീക്വൻസി ഈസ് 30 Hz. ബട്ട് ദ തിങ് ഈസ്, ഷെയിമിൽ നിന്നും ഫ്രീക്വൻസി ഉയർന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ബിക്കോസ് അവിടെ നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്.
അതുകൊണ്ടാണ് ഫ്രീക്വൻസി റേസ് ആവുന്നത്. കുറ്റബോധം വരുന്നത് എപ്പോഴാണ്? നമ്മൾ എന്തോ ഒന്നിനെ പറ്റി ചിന്തിച്ചു തുടങ്ങുമ്പോഴാണ് അല്ലെ. ദെൻ അടുത്തത് എപ്പത്തി ആണ്. എപ്പത്തി എന്ന് പറയുന്നത് നമ്മൾ പറയില്ലേ, കുറേ സമയം നമ്മൾ ഈ കുറ്റബോധത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പല കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ടിരിക്കും, ബട്ട് സ്റ്റിൽ വി ഫീൽ ഹോപ്പ്ലെസ്. ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കും, അതേസമയം തന്നെ നമുക്ക് ഫീൽ ചെയ്യുകയാണ് എന്ത്, എനിക്ക് പ്രത്യേകിച്ച് ഒരു പ്രതീക്ഷയും ഇല്ല എന്ന് പറയില്ലേ, എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല, എനിക്ക് ഇവിടുന്ന് പുറത്തേക്ക് കടക്കാൻ പറ്റുന്നില്ല, എനിക്ക് പോസിബിലിറ്റീസ് കാണുന്നില്ല അല്ലേ, എനിക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, ബട്ട് ഐ ആം ഹെൽപ്ലെസ്, എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, എൻ്റെ സറൗണ്ടിങ്സ് ഒക്കെ എനിക്ക് ആകെപ്പാടൊരു ഡിസ്കംഫർട്ടബിൾ ആണ്, ഐ ആം റിയലി ഇൻസെക്യൂർഡ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലാണ് നമ്മളെങ്കിൽ നമ്മുടെ ഫ്രീക്വൻസി 50. ബട്ട് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ഫ്രീക്വൻസി കൂടിക്കൊണ്ടിരിക്കുകയാണ്? ദാറ്റ് മീൻസ് വി ആർ മൂവിങ്, എന്തോ ഒരു കാര്യം നമ്മളിൽ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഓക്കെ, നമ്മളിങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടുമോ, അല്ലെങ്കിൽ നമ്മൾ പിക്ക് ചെയ്യാൻ എന്തെങ്കിലും പോസിബിലിറ്റീസ് എവിടെയെങ്കിലും കിട്ടുന്നുണ്ടോ എന്നിങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയില്ലേ. ദാറ്റ്സ് വൈ നമ്മൾ പോസിബിലിറ്റി സെർച്ച് ചെയ്യുന്നത്. ഇവിടെ നിന്നല്ല നിങ്ങൾക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എങ്ങനെയാണ് ഫ്രീക്വൻസി റേസ് ആയി പോകുന്നത് എന്നുള്ളത്. ഓക്കെ, ദെൻ അടുത്തത് നമ്മൾ ഈ ഹോപ്പ്ലെസ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്, നമ്മൾ കുറെ ട്രൈ ചെയ്തു പക്ഷെ പ്രതീക്ഷിക്കാൻ ഒന്നും വകയില്ലാതിരിക്കുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് എന്ത് തോന്നും? ഡീപ്പായിട്ടുള്ളൊരു പെയിൻ വരാൻ തുടങ്ങും അല്ലെ. നമ്മൾ ഒത്തിരി ട്രൈ ചെയ്തു ബട്ട് ഐ കാൺ, ഒന്നും നടക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ വരാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്ത് വരാൻ തുടങ്ങും? ആ ഒരു പെയിന് വരാൻ തുടങ്ങും, റിഗ്രറ്റ്, ഒരു മൊത്തത്തിലൊരു എന്താ പറയാ, ഒന്നിനോട് ഒരു താല്പര്യം, നമ്മൾ ഡിപ്രഷൻ എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റേറ്റ് എന്ന് പറയാം, അഗാധമായിട്ടുള്ള ആഴത്തിലുള്ള ദുഃഖത്തിലേക്ക് പോയി എന്നൊക്കെ നമ്മൾ പറയുന്നു. പക്ഷെ അവിടെയൊക്കെ എന്താണെന്ന് വെച്ചാൽ ഈ ഡിപ്രഷൻ ഉള്ളവരുടെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം എന്താ? അവരുടെ ഒരു മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് പറയാവോ? ഡിപ്രഷനിൽ അല്ലെങ്കിൽ ഗ്രീഫിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഏറ്റവും ഓവർതിങ്കിങ്. അതിനാനാ നോക്കാം. നമ്മുടെ മടി ഇരിക്കേ തൊടല്ല തൊടല്ല അവിടെ ഇരുന്നാ അവിടെ ഇതെനിക്ക് കാണാം, തൊടല്ല ഫോൺ ഇത് മൂട്ട കളകണായി, ഇതിന് നിക്ക കുട്ടിയെ കാണാനാണേ. വീടുണ്ടായിക്കാ ബിരിയാണി ഉണ്ടാക്കിയാ ചെയ്യാൻ. ഓക്കെ ഓക്കെ, ഓവർ തിങ്കിങ്, റൈറ്റ്. ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇംപ്രൂവ്മെന്റ് ആണെന്നും കൂടി പറയാം. അതായത് ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും പ്രോബ്ലംസ് ആണെന്നല്ല, എന്ന് വെച്ചാല് അവരെന്തൊക്കെയോ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലെ, ലൈഫിനെ പറ്റി എന്തൊക്കെയോ കാര്യങ്ങളെ പറ്റി അവർ പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്നുണ്ട്, അത് കുറച്ച് ഓവർ ആയി പോകുന്നേ ഉള്ളൂ. അപ്പോൾ കമ്പാരിറ്റീവ്ലി അങ്ങനെ ചിന്തിക്കുന്നതാണ് നമ്മൾ ഡിപ്രഷനിൽ കൊണ്ടാക്കുന്നതെങ്കിലും അവിടെ ഫ്രീക്വൻസി റേസ് ആയി പോകുന്നതിന്റെ കാരണം അവരെന്തോ ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ചിലപ്പോൾ നല്ലതായിരിക്കും, ചിലപ്പോൾ മോശമായിരിക്കും. എന്തായാലും അതിനെ നമ്മൾ പറയില്ല, ഇങ്ങനെ ആഴത്ത് പോയി ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയില്ലേ. അങ്ങനെ ആ ഒരു സ്റ്റേറ്റിൽ അവർ കുറച്ച് സമയം സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് അവർ മൂവ് ചെയ്യുന്നത് ഫിയറിലേക്കാണ്. എന്തുകൊണ്ടായിരിക്കും? അവർക്കൊരു തോന്നൽ വരാൻ തുടങ്ങും, അയ്യോ എൻ്റെ ലൈഫ് ഒന്നും അല്ലാതായി പോയല്ലോ, ഇനി എന്താ ചെയ്യുക. അതായത് ഈ ഡിപ്രഷനൊക്കെ ഓവർകം ചെയ്യാൻ തുടങ്ങുന്ന ആ ഒരു ഫേസിൽ അവർക്ക് വരുന്ന ഒരു കാര്യമാണ് എന്ത് ചെയ്യണം, നെക്സ്റ്റ് എന്താ ചെയ്യാൻ പറ്റുക, ആൻസൈറ്റി വരിക, വറി അല്ലെ, മൊത്തത്തിലൊരു കൺഫ്യൂഷൻസ് ആയിരിക്കും. എന്താണ് നെക്സ്റ്റ് എനിക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ പറ്റിയിട്ട് അവർ ഇങ്ങനെ ഒരു ഭയങ്കര അധികം പേടിയോട് കൂടിയിട്ടായിരിക്കും അവര് ലൈഫ് കാണാൻ തുടങ്ങുക. അതാണ് നമ്മൾ ഫിയർ എന്ന് പറയുന്നത്. എന്ത് ചെയ്യണം, എങ്ങനെ ഇതിനകത്ത് നിന്ന് പുറത്തേക്ക് കടക്കണം, എന്താണ് നെക്സ്റ്റ് ഞാൻ കൃത്യമായി ചെയ്ത എന്ത് സ്റ്റാൻഡ് എടുത്താലാണ് എനിക്ക് മൂവ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ പറ്റി ഭയങ്കര കൺഫ്യൂഷൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ദേ ഗെറ്റ് ആൻഷ്യസ്.
അപ്പോൾ ഫ്രീക്വൻസി നോക്കിയേ 100ലേക്ക് അത് മൂവ് ആയിട്ടുണ്ട്. ബിക്കോസ് അവിടെയും നമ്മളിങ്ങനെ കളക്ട് ചെയ്യുക പോസിബിലിറ്റീസ് ആണ് തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ്, അങ്ങനെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് ആ ഫിയറിനെ നമ്മൾ പതുക്കെ പതുക്കെ ഒന്ന് ഹാൻഡിൽ ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് വരാൻ തുടങ്ങും? ആഗ്രഹങ്ങൾ വരാൻ തുടങ്ങും. അവിടെ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ക്രേവിങ്സ്. വെദർ ഹെൽത്തിലാകാം, വെൽത്തിലാകാം, മെറ്റീരിയൽസിലാകാം, ഇനി അതല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ലവ്, അഫെക്ഷൻ, കമ്പാഷൻ, അല്ലെങ്കിൽ പ്രൊഫഷൻ വൈസ് ആകാം, ഇൻകം വൈസ് ആകാം, എന്തെങ്കിലും ഒന്നിനോടൊക്കെ നമുക്ക് ക്രേവിങ്സ് ഇങ്ങനെ തോന്നി തുടങ്ങി. എന്താണ് ഈ ക്രേവിങ്സ് എന്ന് പറഞ്ഞാല്? എന്താണ് ക്രേവിങ്സ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? തീവ്രമായ ഒരു ആഗ്രഹമല്ലേ മാം? യെസ്, തീവ്രമായ ഒരു ആഗ്രഹം. അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും എന്താണ്, നമ്മളറിയില്ലേ ഇപ്പൊ ഉള്ളതിൽ നമ്മൾ ഓക്കെ അല്ലേ, നമുക്ക് എന്തോ ഒന്നും കൂടി വേണം അല്ലെ, ആ ഒരു ഫീലിങ്സ്. ഇപ്പൊ നമ്മൾ പറയില്ല ഫുഡ് കഴിച്ചു കഴിഞ്ഞാലും നമുക്ക് എന്തോ ഒന്നും കൂടി കഴിക്കാൻ തോന്നുന്നു പറയില്ലേ, അതുപോലെ. അപ്പം നമ്മൾ എന്തായി, പല പല കാര്യങ്ങളെ പറ്റി ചിന്തിക്കാൻ, അങ്ങനെയായിരുന്നു കമ്പാരിസൺ തുടങ്ങൂലേ? കമ്പാരിസൺ തുടങ്ങാന്ന് വെച്ചാൽ പല പല മേ ബി നമ്മുടെ സിറ്റുവേഷൻസിനെ പറ്റി തന്നെ ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ നമ്മുടെ ചൈൽഡ്ഹുഡിൽ നമ്മൾ വളർന്ന കാര്യങ്ങളെ പറ്റി നമ്മളിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങും. അതല്ലെങ്കിൽ മറ്റാരെങ്കിലും നമ്മൾ കൂടെ പഠിച്ചവരുടെ ലൈഫുമായിട്ട് വെച്ച് കമ്പയർ ചെയ്യും. ഇങ്ങനെ പല പല കമ്പാരിസൺ ആയിരിക്കും. ഈ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ഈ ആഗ്രഹിച്ച കാര്യങ്ങളിൽ നമുക്കൊരു കൃത്യമായിട്ടുള്ള ആക്ഷൻ എടുക്കാൻ പറ്റാതെ വരുമ്പോൾ, ആക്ഷൻ എടുക്കാൻ പറ്റാത്തതിന്റെ കാരണം വി സ്റ്റിൽ ആ ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് അവിടുന്ന് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ആ സമയത്ത് ഒബ്വിയസ്ലി നമുക്ക് എന്തു വരും? എന്താ വരിക? കുറേ സമയം നമ്മൾ ശ്രമിച്ചു നടക്കുന്നില്ല എന്ന് കാണുമ്പോൾ എന്ത് വരും? ദേഷ്യം വരും അല്ലെ? ദേഷ്യം വരുമ്പോൾ പറയും മതി, ഇനിയിപ്പോ എന്നെ കൊണ്ട് ഇത് നടക്കുന്നതന്നെ. നമുക്ക് നമ്മളോട് തന്നെ ദേഷ്യം വരും. ചുറ്റുപാടുള്ള ആൾക്കാരുടെ അടുത്ത് അതിനേക്കാളും ദേഷ്യം വരും അല്ലെ? ഇങ്ങനെ ഈ ഒരു ദേഷ്യവും കൊണ്ട് കുറേ സമയം നമ്മൾ കുറച്ചു കാലം നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്യും. അവരെന്ത് പറഞ്ഞാലും, ഇപ്പൊ ചിലപ്പോൾ നമ്മളെ അടുത്ത് നല്ല കാര്യം പറഞ്ഞാൽ പോലും നമുക്കത് മനസ്സിലാവില്ല അല്ലെ? അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ നമ്മളെത്തും. ആരെയും കുറ്റം പറയാൻ പറ്റില്ല. അതിന് പറയുന്നത് മൂവിങ് എനർജി എന്നാ പറയാം, ആങ്കർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കണ്ടീഷനിൽ കുറച്ച് സമയം സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് മൂവ് ടു പ്രൈഡ്. പ്രൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയില്ലേ, എല്ലാം കഴിഞ്ഞ് കുറേ ശ്രമമൊക്കെ നടത്തി ഒന്നും നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതാണ് ഒരു റിജിഡ് ക്യാരക്ടറിലേക്ക് നമ്മൾ പോകും. മതി, എല്ലാം മതി, ഞാൻ ഇങ്ങനെയാണ്, ഇനി അങ്ങോട്ടേക്കൊന്നുമില്ല. നമ്മുടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള കണ്ടീഷൻസിനനുസരിച്ച് നമ്മൾ നമ്മളെ തന്നെ ഒരു റിജിഡ് മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ അവിടെ ഒതുക്കി അവിടെ വെക്കും. ഓക്കെ, ഇതാണ് എൻ്റെ ഉലകം, ഇതാണ്, ഇതിനപ്പുറത്തേക്ക് എനിക്കൊരു ലോകമില്ല, ഇവിടെ ഫിനിഷ്. അതുകൊണ്ടാണ് അവിടെ എത്തിയ ആൾക്കാർ വീണ്ടും, ഇതിൽ പല ആൾക്കാരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, മാം എനിക്ക് ഇതിൽ 3 കാര്യങ്ങൾ ഇങ്ങനെ മാറിയും തിരിഞ്ഞൊക്കെ വരികയാണ്. ശരിയാണ്, ഇവിടം വരെ വന്നു കഴിഞ്ഞാൽ ശരിക്കും ആ കറേജ് എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പാണ് എന്ന് പറയാം. ആ സ്റ്റെപ്പിന്റെ മുകളിലേക്ക് കയറാൻ വേണ്ടി എന്ത് വേണം എന്നുള്ളത് ആ ഫ്രീക്വൻസി തന്നെ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. എന്ത് വേണം? എന്ത് വേണം? 200ലേക്ക് കടക്കണമെങ്കിൽ അതിൽ എന്ത് വേണമെന്ന് ആ പോയിന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്. കറേജ്, നല്ല ധൈര്യമാണ്. കറേജ് വേണം. പ്രൈഡ് വരെയുള്ള സ്റ്റേജ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക്. റൂട്ട് ടു സോളാർ ആണ് അതിന്റെ ഒരു കളർ പറഞ്ഞിട്ടുള്ളത്. ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ബേസിക് ചക്രാസ് ആണ്. അത് ഇംബാലൻസ് ആകുന്ന സമയത്ത് നമ്മുടെ ക്യാരക്ടർ, നമ്മുടെ കോൺഫിഡൻസ്, നമ്മുടെ സെൽഫ് വർത്ത്, സെൽഫ് ഡിഗ്നിറ്റി, അതുപോലെ നമ്മുടെ ക്രിയേറ്റീവ് എനർജി, ഐഡന്റിറ്റി, സേഫ്റ്റി, ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇവിടെ എപ്പോൾ വേണമെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും ഫ്ലക്ച്വേഷൻ വരാം. ഓക്കെ, ഇതുവരെ ഓക്കെ ആണോ? 175 വരെ മനസ്സിലായോ? ഫ്രീക്വൻസി പിക്ക് ചെയ്യാൻ പറ്റിയവർ നോട്ട് ചെയ്ത് വെക്കുക. ടെൻഷൻ അടിക്കാതെ നോട്ട് ചെയ്യുക. പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ സൊല്യൂഷൻ അത് നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, പ്രൈഡ് കഴിഞ്ഞിട്ട് അതിന്റെ വായിക്കുന്ന മാം കാണുന്നില്ല. സ്കോണോ? സ്റ്റേറ്റ്, പ്രൈഡിന്റെ സ്റ്റേറ്റ് ഉണ്ടല്ലോ മാം, അതെന്താ?
അത് ആക്ച്വലി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാല് അതെ വേർഡ് പറയുമോ വേർഡ് ആദ്യം ആ ഒരു വേർഡ് എല്ലാവർക്കും മനസ്സിലാണ്. ഡിപ്പെൻഡഡ് അപ്പോൺ എക്സ്റ്റേണൽ കണ്ടീഷൻസ് എന്ന് പറയും. ഡിപ്പെൻഡഡ് അപ്പോൺ എക്സ്റ്റേണൽ കണ്ടീഷൻ. അതല്ല ഇതിലുള്ള വേർഡ് എന്ന് പറയാമോ? കോൺ എന്നാണോ? എനിക്കും അത് ക്ലിയർ ആവുന്നില്ല. ഇതിന്റെ മീനിങ് ഇതാണ്. അത് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഞാനത് എന്താണെന്നുള്ളത് നോക്കിയിട്ട് പറഞ്ഞുതരാം. ചെയ്തു മാം. ഡിപ്പെൻഡഡ് അപ്പോൺ എക്സ്റ്റേണൽ കണ്ടീഷൻസ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ചുറ്റുപാട് നമ്മളിപ്പോ ശ്രമിച്ചു ഈ കാര്യങ്ങളൊക്കെ വെച്ച് നമ്മളൊരു റിജിഡ് മൈൻഡ് സെറ്റിലേക്ക് നമ്മളവിടെ സെറ്റ് ചെയ്ത് വെക്കും. ഇനി അങ്ങോട്ടൊന്നുമില്ല. ഓക്കെ, ഇനി ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ? നെക്സ്റ്റ് എന്ന് പറയുന്നത് കറേജ് ആണ്. കറേജ് എന്ന് പറയുമ്പോൾ ആ വാക്കിൽ തന്നെ ഉണ്ടല്ലേ, ബ്രേവ് ആക്ഷൻ എന്ന് പറയും. ഇവിടെ കൊടുത്തിട്ടുണ്ട് അഫർമേഷൻ. നമ്മൾ പറയില്ല, ഒരു എംപവർമെന്റ് ഫേസ് ആണത്. ഓക്കെ, എംപവർമെന്റ് ഫേസിനെയാണ് നമ്മൾ കറേജ് എന്ന് പറയുന്നത്. നമ്മൾ പറയില്ലേ, ഇതിനപ്പുറത്തേക്ക് ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ലൈഫ് ഉണ്ട്, ജസ്റ്റ് ഈ ഒരു സ്റ്റെപ്പിലേക്ക് കയറി കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ്, നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ബ്രേവായി ഒന്ന് ഈ സ്റ്റെപ്പിലേക്ക് കയറാൻ ഒരു കറേജിയസ് ആക്ഷൻ എടുത്താൽ മതി അല്ലേ? അതാണ് ശരിക്കും പറഞ്ഞ ഈ പറയുന്ന 200 ഹെഡ്സ് എന്ന് പറയുന്നത്. ശരിക്കും ഏറ്റവും ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ 200 ഹെഡ്സ് ആണ്. മിനിമം നമ്മൾ ഇവിടെ റേസ് ചെയ്ത് ഇവിടുന്ന് മുകളിലേക്ക് പോകുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് പോസിബിലിറ്റീസ് കിട്ടിത്തുടങ്ങും. 200ൽ കയറി കഴിഞ്ഞാൽ കൃത്യമായി അതിൽ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് താഴത്തേക്ക് പോകൂല. കയറിയെന്ന് നമ്മൾ തോന്നി, ബട്ട് വീണ്ടും നമ്മൾ താഴത്തേക്ക് പോകുന്നു എന്നാണെങ്കിൽ ദാറ്റ് മീൻസ് സംതിങ്, എന്തോ ഒന്ന് അൺഹീൽഡ് ആയിട്ട് എവിടെയോ ഒന്ന് സ്റ്റക്കായി കിടപ്പുണ്ട്. ഓക്കെ, അപ്പോ കറേജിയസ് സ്റ്റേറ്റിൽ എത്രമാത്രം കമ്മിറ്റ്മെന്റോട് കൂടി നമുക്ക് നിൽക്കാൻ പറ്റുന്നോ, എത്രമാത്രം ലോങ് ആയി നമുക്ക് അതിൽ സ്റ്റേ ചെയ്യാൻ പറ്റുമോ. സൗണ്ട് പോയോ? ഇല്ല മാഡം, ഇല്ല. കേൾക്കുന്നുണ്ട്. ഓക്കെ, ഫൈൻ. അപ്പോ അതാണ് കറേജിന്റെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ബ്രേവ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കുക എന്ന് പറയുന്നതിൽ നമ്മൾ തന്നെ ഇപ്പം ഓൾറെഡി ഇതിൽ പല ആൾക്കാരും ബ്രേവ് ആക്ഷൻസ് എടുത്തിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എല്ലാ തിരക്കിനിടക്കും രാവിലെ ടാസ്കുകൾ ചെയ്യാൻ മനസ്സ് കാണിച്ച് വന്നവർ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് കയറി എന്ന് തന്നെ ഞാൻ പറയാണ്. ഇനി അതിൽ ഇപ്പോഴും വീഴ്ച വരുത്തുന്ന ആൾക്കാർ എനിക്ക് അറിഞ്ഞുകൂടാ. മേ ബി അവർ തിരക്കുകൊണ്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, പോസ്റ്റ് ചെയ്യാത്തത്. ചെയ്യുന്നുണ്ട്, പോസ്റ്റ് ചെയ്യുന്നില്ലെങ്കിലും അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി അതല്ല, ഒന്നും ചെയ്യാതിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഐ എം സോ സോറി, എനിക്കൊന്നും പറയാനില്ല. ആൻഡ് മൂവിങ് ടു നെക്സ്റ്റ് 250 ഹെഡ്സ്, ന്യൂട്രാലിറ്റി അല്ലെ? ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കറേജിയസ് ആക്ഷൻ എടുത്ത് നമ്മുടെ സ്ട്രഗിൾസിനെ ഒക്കെ തന്നെ നമ്മൾ ഫേസ് ചെയ്യാനുള്ള ഒരു ബോൾഡ് ആ ഒരു ആക്ഷനിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് ന്യൂട്രാലിറ്റി ആണ്. നമ്മൾ പറയില്ലേ, ഒരു ഇന്നർ കോൺഫിഡൻസ് ബിൽഡ് ചെയ്തെടുക്കുക. ഈ ഇന്നർ കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് എടുക്കുന്ന ഒരു ഫേസിൽ ആ പേഴ്സന്റെ ബേസിക് ചക്രാസ് ഓൾമോസ്റ്റ് ബാലൻസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ഉള്ളിൽ ഒരു കോൺഫിഡൻസ് വരാൻ തുടങ്ങിയിട്ടുണ്ടാവും. കോൺഫിഡൻസ് എന്ന് പറയുന്നത് അവർക്ക് അവരുടെ മേലെ നല്ല വിശ്വാസം ഉണ്ടാവും. അവരുടെ എബിലിറ്റി, ക്രിയേറ്റീവ് എനർജി, ഐഡന്റിറ്റിയിൽ കൃത്യമായ വിശ്വാസം ഉണ്ടാവും. സറൗണ്ടിങ്സിലുള്ള സഫോക്കേഷൻസ് അല്ലെങ്കിൽ സറൗണ്ടിങ്ങിനുള്ള പ്രോബ്ലംസും അവരുടെ സ്ട്രഗിൾസിനെ പറ്റിയിട്ടും അവരുടെ കൂടെയുള്ള ഓരോ പേഴ്സൺസിന്റെ അവർ കൊടുക്കുന്ന ആ ഒരു പ്രഷറിനെ പറ്റിയിട്ടൊക്കെ തന്നെ അവർക്ക് നല്ല വ്യക്തമായ ധാരണ വരാൻ തുടങ്ങും. സോ ദേ ബിലീവ് ഇൻ ദംസെൽഫ്. ആ ഒരു ഇന്നർ കോൺഫിഡൻസിൽ മൂവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ പേഴ്സൺ ഹൈ പോസിറ്റീവ് എനർജി ആയിരിക്കും. ഓക്കെ, ഈ ഫേസിലേക്ക് എത്തുന്നതിനനുസരിച്ച്
നിങ്ങൾ തന്നെ വിചാരിക്കും ഓക്കെ ഞാനിത് അന്ന് ചിന്തിച്ചിരുന്ന കാര്യമല്ലേ, ഇത് എങ്ങനെ എനിക്ക് നടന്നു കിട്ടി എന്ന് ചിന്തിക്കുന്ന ഒരു ഫേസിലേക്ക് പതുക്കെ നിങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്ന പറയല്ലേ. ദാറ്റ് മീൻസ് ഒരു ഫേസ് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഡ്രീംസിനെ ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല, അതും നിങ്ങളുമായി അലൈൻഡ് ആകും എന്ന് പറയാറുണ്ട്. അതുവരെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കണം. പലപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം സ്വപ്നത്തിന് പിറകെ അല്ലെങ്കിൽ ഡ്രീംസിന് പിറകെ ഓടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഓടിക്കൊണ്ടിരിക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കും. നമ്മൾ എന്താ ചെയ്യേണ്ടത്? അലൈൻ ചെയ്തിട്ട് അതിനെ അട്രാക്ട് ചെയ്തെടുക്കുക വേണ്ടത്. അതിനാണ് പറഞ്ഞു തരുന്നത് ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നമ്മുടെ സറൗണ്ടിങ്സിനെ, നമ്മുടെ സിറ്റുവേഷൻസിനെ എന്തുകൊണ്ട് അത് നമ്മുടെ ലൈഫിൽ വരുന്നു എന്നുള്ള കാര്യത്തിനെ പറ്റി വ്യക്തമായ ധാരണ ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് വില്ലിങ്നെസ്. വില്ലിങ്നെസ് എന്ന് പറയുന്നതും ഇത് തന്നെ. നമ്മുടെ ലൈഫിൽ സ്ട്രഗിൾസ് വന്നിട്ടുണ്ടെങ്കിൽ വൈ, എന്തുകൊണ്ട് അത് വന്നു എന്നുള്ളതിനെ പറ്റി തിരിച്ചറിഞ്ഞ് അതിനെ ഓവർകം ചെയ്യാം. ഇപ്പൊ ഫൈനാൻഷ്യൽ സ്ട്രഗിൾസ് ആണ്, എനിക്ക് എപ്പോഴും ഫൈനാൻഷ്യൽ സ്ട്രഗിൾസ് ആണ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളൊരു ലൂപ്പിൽ പെട്ടതുപോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് നിങ്ങൾ മൂവ് ചെയ്ത് നടക്കേണ്ട സമയമായി എന്നുള്ളതാണ്. അപ്പൊ അതിനെങ്ങനെ പറ്റണം എന്ന്, എങ്ങനെ അത് പോസിബിൾ ആകുമെന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരേ ഉള്ളൂ. നിങ്ങൾ അലൈൻഡ് ആകുമ്പോൾ അത് നിങ്ങൾക്ക് കൃത്യമായി അത് അലൈൻഡ് ആയിക്കൊള്ളും. ദാറ്റ് മൈ പ്രോമിസ്. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ? പോകേണ്ട വഴിയിൽ നിങ്ങളുടെ ഫ്രീക്വൻസി റേസ് ചെയ്യുക. എന്തുകൊണ്ട് സ്ട്രഗിൾസ് വന്നു, ഇത്രയും സമയം നിങ്ങൾ ഹൈഡ് ചെയ്തു വെച്ച ഹിഡൻ ബ്ലോക്കേജസ് എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനെ തിരിച്ചറിഞ്ഞ് അതിനെ റിമൂവ് അല്ല, അതിനെ ഹീൽ ചെയ്യുക. ഓക്കെ, ഓഫ് കോഴ്സ് ഈ താഴെയുള്ള ആൾക്കാർക്ക് ഹിഡൻ പെയിൻ, ഹിഡൻ ബ്ലോക്കേജസ് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. അത് കണ്ടുപിടിച്ച് ഹീൽ ചെയ്യാൻ കാണിക്കുന്ന കറേജ് ആണ് നിങ്ങളെ ന്യൂട്രാലിറ്റിയിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആണ്? ക്ലിയർ മാം. ഫൈൻ. ഇനി നമ്മുടെ ഈ ഒരു 90 ഡേയ്സ് പ്രോഗ്രാമിൽ ഇനി മുകളിലേക്കുള്ള കാര്യം ഞാൻ ആക്സെപ്റ്റൻസും കൂടി പറഞ്ഞു തരാം. ബാക്കിയുള്ളത് കുറച്ചും കൂടി ഓക്കെ. ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്, നമ്മൾ പറയില്ല നമ്മുടെ ലൈഫിൽ ഒരുപാട് ലെസൺസ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. നല്ല ലെസൺസ്, സന്തോഷമുള്ള കാര്യങ്ങളുമായിട്ട് നമ്മുടെ ലൈഫിലേക്ക് കടന്നു വന്ന് സന്തോഷത്തിന്റെ പാഠങ്ങൾ തന്ന കുറെ ആളുകൾ ഉണ്ടാവും, കുറെ സിറ്റുവേഷൻസ് ഉണ്ടാവും, കുറെ ഇൻസിഡൻസ് നമുക്ക് ഓർത്തെടുക്കാനുണ്ടാവും. അതേപോലെ പെയിൻഫുൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങളും കൊണ്ട്, പെയിൻഫുൾ ആയിട്ടുള്ള ആ ഒരു ഓർമ്മകളും കൊണ്ട് നമ്മുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ള ഒത്തിരി പേരുണ്ടാവും. ഈ രണ്ട് കാര്യങ്ങളും നമ്മളെ സംബന്ധിച്ച് ലെസൺസ് ആണ്. നമ്മൾ പറയാറുണ്ട് 2.5 മണിക്കൂറുള്ള സിനിമ കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് എത്ര വില്ലന്മാർ ആ സിനിമയിൽ ഉണ്ടാവും. വില്ലൻ ഇല്ലാത്തൊരു മൂവി ആലോചിച്ച് നോക്കിയേ, എങ്ങനെയിരിക്കും? ഹീറോന് അവിടെ എന്താ പ്രസക്തി അല്ലേ? അതുപോലെ 2.5 മണിക്കൂർ സിനിമ എന്റർടൈൻമെന്റ് ആക്കാൻ വേണ്ടി ഇത്രമാത്രം വില്ലന്മാരുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ്, ഇത്രയും ലോങ് ആയിട്ടുള്ള ലൈഫിന് എന്റർടൈൻമെന്റ് ആക്കാൻ അത്യാവശ്യം വില്ലന്മാരൊക്കെ വേണ്ടേ അല്ലേ? അപ്പോൾ എല്ലാം ലെസൺസ് ആണ്. നമ്മുടെ ലൈഫിൽ നടന്നിട്ടുള്ള എല്ലാ സ്ട്രഗിൾസും നിങ്ങൾ ഒന്ന് ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ഈച്ച് ആൻഡ് എവറി ലെസൺസ് ദാറ്റ് യു ലേൺ. ഓക്കെ, ആൻഡ് ഇത്രമാത്രം മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ ലൈഫിൽ നമ്മൾ ചെറിയ ഡ്യൂറേഷനിലും വലിയ ഡ്യൂറേഷനിലുമായിട്ട് ഒരുപാട് ക്യാരക്ടേഴ്സിനെ കാണുന്നുണ്ട്. ഒരു മൂവിയിൽ ഒരു സീന് ഫില്ലാകണമെങ്കിൽ അവിടെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാവും, അതുപോലെ എന്തിനു വന്നു പോയി എന്നറിയാത്ത കുറെ ക്യാരക്ടേഴ്സും ഉണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു കോഫി ഷോപ്പ്. ആ കോഫി ഷോപ്പിൽ വെറുതെ ഇരുന്ന് ചായ കുടിക്കുന്ന കുറെ ആൾക്കാരെ കണ്ടിട്ടില്ലേ? അവരവിടെ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല, പക്ഷേ അവർ ആ ഒരു സീനിൽ ഇല്ലെങ്കിൽ ആ സീൻ ഒരു അൺഫിൽ ആയ പോലെ തോന്നും അല്ലേ? സിമിലർലി നമ്മുടെ ലൈഫിലും നമുക്ക് എന്തുണ്ട്, കുറെ ആൾക്കാർ എന്തിനു വന്നു എന്ന് ചോദിച്ചാൽ അവര് വന്നു, അവർക്ക് കൊടുത്തിരിക്കുന്ന ചെറിയ റോള് അത് നല്ല കൃത്യമായി വ്യക്തമായി നല്ല രീതിയിൽ അഭിനയിച്ചിട്ട് പോയി. ഓക്കെ, സോ എല്ലാത്തിനെയും ആ ഒരു സെൻസിൽ ആക്സെപ്റ്റ് ചെയ്യുക. എല്ലാ കാര്യങ്ങളെയും ആ ഒരു പെർഫെക്റ്റ് സെൻസിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. അല്ലാതെ ഓക്കെ എൻ്റെ വരുന്ന സിറ്റുവേഷൻസിനൊക്കെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു, പക്ഷെ എനിക്ക് ഇന്ന ആളെടുത്ത് മാത്രം ഒരു പ്രശ്നമുണ്ട്, ദാറ്റ്സ് നോട്ട് ആക്സെപ്റ്റൻസ്.
ഓക്കെ, ഈ ഒരു ഫേസ് എന്ന് പറയുന്നത് എല്ലാത്തിനെയും എന്ന് പറഞ്ഞാൽ ഈച്ച് ആൻഡ് എവറിത്തിങ് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യത്തിനും ഒരേ സെൻസിൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. ദാറ്റ്സ് ദ ക്രൂഷ്യൽ ഫേസ്. അല്ലെങ്കിൽ അവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിന്റെ ക്രിയേറ്റർ ആകുക എന്ന് പറയില്ലേ. ബിക്കോസ് ആ ഒരു ഫേസിൽ നിങ്ങളുടെ എക്സിസ്റ്റൻസിനെയാണ് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾ എന്ന് പറയുന്ന ഒരു എക്സിസ്റ്റൻസ്, ആ എക്സിസ്റ്റൻസിനെ സപ്പോർട്ട് ചെയ്യാനുള്ള എല്ലാ സപ്പോർട്ടിങ് കാര്യങ്ങളും ഇവിടെ എക്സിസ്റ്റഡ് ആവുന്നു എന്നുള്ളതാണ്. ഇഫ് യു വോണ്ട് ഒരു അഫർമേഷൻ പറഞ്ഞു തരാം, ജസ്റ്റ് നോട്ട് ഇറ്റ് ഡൗൺ. എവറിത്തിങ് ഐ നീഡ് ടു സപ്പോർട്ട് മൈ എക്സിസ്റ്റൻസ്, everything I need to support my existence already exist with me. Everything I need to support my existence already exist with me. Okay, ഇത് കംപ്ലീറ്റ് സറണ്ടറിങ്ങോട് കൂടി ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ആരാണോ, they can attract what they want. Get it? Major transformation. You are the source and creator of life എന്നാണ് ആക്സെപ്റ്റൻസിനെ പറയുന്നത്. ഓക്കെ, ദെൻ റീസൺ, ലവ്, ജോയ്, പീസ് എന്നൊക്കെ പറയുന്നത് അത് നമ്മൾ പറയില്ല ഒരു സൂപ്പർ കോൺഷ്യസ് ലെവൽ എന്നൊക്കെ പറയും. റീസൺ എന്ന് പറയുന്നത് വേണമെങ്കിൽ ആ പോയിന്റ് മാത്രം ഒന്ന് നോട്ട് ചെയ്തോളൂ. ഇന്റലിജന്റ് പീപ്പിൾസ് ആയിരിക്കും, അതായത് റീസണബിൾ ആയിട്ട് ചിന്തിക്കാനും റീസണബിളി എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാനും പറ്റുന്ന ടൈപ്പ് ഓഫ് പീപ്പിൾസ് എന്ന് പറയില്ലേ. എല്ലാ കാര്യത്തിനും വൈസ്ലി ട്രീറ്റ് ചെയ്യാൻ പറ്റും. ദേ ആർ ഹൈ വിസ്ഡം പീപ്പിൾസ്. ഓക്കെ, ദെൻ ലവ് എന്ന് പറയുന്നത് എനിക്ക് ഇന്ന ആളെടുത്ത് സ്നേഹമുണ്ട്, എല്ലാവരുടെ അടുത്തും സ്നേഹിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് മാത്രമല്ല, ഇറ്റ്സ് ആക്ച്വലി അൺകണ്ടീഷണൽ ലവ്, പ്യൂരിറ്റി ഫ്രം ഹാർട്ട്. And people with high love, they have high intuition power. And the joy piece, mostly നമ്മൾ പറയില്ലേ മറ്റുള്ളവരുടെ ലൈഫിൽ മാർക്കബിൾ ആയിട്ടുള്ള ചേഞ്ചസ് വരുത്താനായിട്ട് ട്രൈ ചെയ്യുന്ന സറണ്ടർ ചെയ്തിട്ടുള്ള പീപ്പിൾസിനെയാണ് ജോയ്ഫുൾ പീപ്പിൾസ് എന്ന് പറയാം. അതായത് അവർ സന്തോഷം കണ്ടെത്തി എപ്പോഴും മറ്റുള്ളവരുടെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ കൊടുത്ത് അവരുടെ ഗ്രോത്തിലും അവരുടെ ഹാപ്പിനെസ്സിലും ആയിരിക്കും. ഓക്കെ, ദെൻ ലാസ്റ്റ് പീസ് എന്ന് പറയുന്നത് അതൊരു അൾട്രാ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയില്ലേ. ഓക്കെ, അപ്പൊ ഈ പീസ് ജോയ് ഒക്കെ എൻജോയ് ചെയ്യുന്ന ആൾക്കാർ മെയിൻലി എല്ലാവർക്കും എല്ലാ ഒരു ഹ്യൂമൻ ബീയിങ്സിനും അത് പോസിബിൾ ആണ്. ആൻഡ് എസ്പെഷ്യലി എടുത്തു പറയുന്നത് സെയിന്റ്, ഹീലേഴ്സ്, സ്പിരിച്വൽ പീപ്പിൾസ്, അതുപോലെ ടീച്ചേഴ്സ്, ട്രെയിനേഴ്സ്, കോച്ചസ്, ആരൊക്കെയാണോ ഈ പറഞ്ഞ രീതിയിൽ അൺകണ്ടീഷണൽ ലവബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരെ സിൻസിയർ ആയിട്ട് ഹെൽപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് അവരുടെ എല്ലാ ട്രാൻസ്ഫോർമേഷനും കഴിഞ്ഞ് എത്തിപ്പെടാൻ സാധ്യതയുള്ള ഒരു സ്റ്റേറ്റ് ആണ് ഈ പറയുന്ന ജോയ്. ആൻഡ് യു പീപ്പിൾ ഹാവ് ദാറ്റ് ഇന്റൻഷൻ ഓർ സീഡ്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എല്ലാ ഈ ഒരു കാര്യങ്ങളിലൂടെയും മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ബട്ട് അതിന് നിങ്ങൾക്ക് തടസ്സം നിൽക്കുന്നത് എന്താണ് എന്നുള്ളത് കണ്ടുപിടിച്ച് അതിനെ റിമൂവ് ചെയ്യുമ്പോൾ ഈ ജേണി എന്താവും, ലിറ്റിൽ മോർ ഈസിയർ. ഓക്കെ, ആൻഡ് ലെറ്റ് മീ ആസ്ക് യു എ ക്വസ്റ്റ്യൻ. നമ്മൾ ഈ ഒരു 3 മാസത്തെ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിൽ ഓരോ മാസത്തിന് ഓരോ ഇന്റൻഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആർക്കാണ് ഓർമ്മയുള്ളത്? ഓരോ മാസത്തിന് ഓരോ ഇന്റൻഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഡു യു റിമെമ്പർ ദാറ്റ്? ഓർമ്മയുണ്ടോ? ആദ്യത്തെ മാസം ഇങ്ങനെ ഹീൽ ചെയ്യാറുണ്ടോ? ക്ലെൻസിങ് പറഞ്ഞിട്ടുണ്ടായി ആദ്യത്തെ മാസം. യെസ്. ദെൻ സെക്കൻഡ് മന്ത് പിന്നെന്താ പറഞ്ഞതെന്ന് ഓർമ്മയില്ല. ഹീലിംഗ് ആണോ? ഓക്കെ, എനിവേ നിങ്ങളുടെ ബുക്കിൽ എഴുതി വെച്ചോളൂ. ഫസ്റ്റ് മന്ത് റിലീസിങ് ആൻഡ് ക്ലെൻസിങ്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ realignment.
and inner strengthening. Third one, quantum shift. Quantum shift. That means step into higher consciousness. 3 മന്തിന്റെ പ്ലാന് ഓക്കെ ആണോ? കിട്ടിയോ? യെസ്. ഒന്നുകൂടെ പറയാമോ? ഓ, റിപ്പീറ്റ് ചെയ്യണോ? വേണം. First month, releasing and cleansing. Second month, realignment and inner strengthening. Third month, quantum shift or step into higher consciousness. Okay? Clear? മാം, നമ്മളെ ബ്ലോക്ക് കണ്ടെത്താൻ എന്താ ചെയ്യാ? അതാണ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ് മുതൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ? ഓക്കെ. ഓക്കെ. അതിനാണ് നമ്മൾ ചക്രാസ് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് മന്ത് റിലീസിങ് ആൻഡ് ക്ലെൻസിങ് ആയിരുന്നു. അതിലൂടെ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ, ബേസിക്കലി നമ്മൾ ഈ ഒരു ട്രാവലിംഗ്, ഈ ഒരു ജേർണിയിൽ നമ്മൾ 3 കാര്യങ്ങളാണ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നോട്ട് ചെയ്തോളൂ കേട്ടോ, കണക്ട് വിത്ത് യുവർ സോഴ്സ്. അതാണ് ഇപ്പൊ നിങ്ങൾ വൈറ്റ് ലൈറ്റ് മെഡിറ്റേഷൻ പല ഫോർമാറ്റിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കണക്ഷൻ വിത്ത് സോഴ്സ്. ഓക്കെ, കണക്ട് വിത്ത് യുവർ സോഴ്സ്, അതാണ് ഒന്നാമത്തെ കാര്യം. സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു കൺസെപ്റ്റില് ഡിവൈൻ, യൂണിവേഴ്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലീജിയസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വിശ്വാസം എന്താണോ, ഒരു ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആ ഒരു സോഴ്സിനെ നിങ്ങൾ എങ്ങനെയാണോ ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്, യു ക്യാൻ സ്റ്റേ വിത്ത് ദാറ്റ്, നോ പ്രോബ്ലം. അപ്പോൾ ഇനി അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഇൻ ടേംസ് ഓഫ് മെഡിറ്റേഷൻ വി ക്യാൻ യൂസ് എ വൈറ്റ് ലൈറ്റ്. ഓക്കെ, ഒരു വൈറ്റ് ലൈറ്റ്, ഡിവൈൻ ലൈറ്റ്, ഗോൾഡൻ ലൈറ്റ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ? മാം, ഇപ്പൊ പറയുന്നത് എന്താ ഒന്നുകൂടി പറഞ്ഞു. അതായത് ഈ പറയുന്ന ജേർണിയിൽ നമ്മൾ ആക്ച്വലി എന്താണ് കണക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എസെൻസ് എന്ന് പറയില്ലേ, ഈ ഒരു ജേർണിയുടെ എസെൻസ്, കോർ എസെൻസ് എന്താണെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ. കണക്ട് വിത്ത് യുവർ സോഴ്സ്. സെക്കൻഡ് വൺ, ഡിസ്കവർ യുവർ ഇന്നർ സെൽഫ്. തേർഡ് വൺ, റീയുണൈറ്റഡ് വിത്ത് ഇന്നർ, ഒരിക്കൽ കൂടെ പറഞ്ഞുതരാം, റീയുണൈറ്റഡ് ഇന്നർ സെൽഫ് വിത്ത് സോഴ്സ്. കണക്ട് വിത്ത് യുവർ സോഴ്സ്, ഡിസ്കവർ യുവർ ഇന്നർ സെൽഫ്, റീയുണൈറ്റഡ് ഇന്നർ സെൽഫ് വിത്ത് സോഴ്സ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആ ഒരു സ്റ്റെപ്പ് ഇൻ ടു ഹയർ കോൺഷ്യസ്നസ്. ബേസിക് ലെവലിൽ നമ്മൾ ആ ഒരു കണക്ഷൻ സ്റ്റാർട്ട് ചെയ്തു, നമ്മളെ തന്നെ കണ്ടുപിടിച്ചു. ആ കണ്ടുപിടിച്ച നമ്മളെ വീണ്ടും റീയുണൈറ്റഡ് ചെയ്യുന്ന ഒരു പ്രോസസ്, ഒരു അലൈൻമെന്റ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇതില് കണക്റ്റഡ് വിത്ത് യുവർ സോഴ്സ് എന്നുള്ളതാണ് ഇപ്പൊ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് നൗ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം, ആദ്യത്തെ ഒരു മെഡിറ്റേഷൻ ആണ് ഈ പറയുന്ന കണക്ഷൻ. ഇപ്പൊ ഞാനത് ചെയ്യും. അതിനുശേഷം രണ്ടാമത്തെ പോയിന്റ് നമുക്ക് നോക്കാം അല്ലെ? ഇപ്പൊ നിങ്ങളുടെ അടുത്ത് വാട്ടർ ബോട്ടിൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഡ്രിങ്ക് എ സിപ്പ് ഓഫ് വാട്ടർ ആൻഡ് കറക്റ്റ് 4
48-ന് ഞാൻ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഇഫ് യു വോണ്ട് ഡ്രിങ്ക് സം വാട്ടർ ആൻഡ് ഹൈഡ്രേറ്റ് യുവർ ബോഡി. ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് റിലാക്സ് ചെയ്തൊന്ന് ഇരിക്കുക. ഓക്കെ, ഒന്ന് പ്രിപ്പയർ ചെയ്യുക. റെഡി അല്ലേ? മാം. യെസ്. Okay, can we start? Ready അല്ലേ? Yes. Okay. Sit comfortably. Straight your spine. Close your eyes. Now relaxedly take a deep breath. Breathe out. Once more, take a deep breath. Breathe out. Imagine there is a white light above the sky. ഇപ്പോൾ വളരെയധികം തെളിഞ്ഞ ഒരു ആകാശം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. മനസ്സിലേക്ക് തെളിഞ്ഞ ഒരു ആകാശവിധാനത്തെ പതുക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അവിടെ ഒരു ബ്രൈറ്റ് ലൈറ്റ്, ഒരു വൈറ്റ് ലൈറ്റ് സ്പോട്ടഡ് ആകുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. നിങ്ങൾ എടുക്കുന്ന ഓരോ ശ്വാസത്തിനനുസരിച്ച് ആ സ്പോട്ട് വലുതായി വരുന്നതായും കൂടുതൽ കൂടുതൽ ബ്രൈറ്റ് ആകുന്നതായും ഇമാജിൻ ചെയ്യുക. സ്റ്റേ ഫോക്കസ്. പതുക്കെ ആ ഒരു ബ്രൈറ്റ് ലൈറ്റ് നിങ്ങളുടെ കണ്ണുകളിലേക്ക് കൃത്യമായി പതിക്കുന്നതായി ഇമാജിൻ ചെയ്യുക. അത് ഫീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ഇമാജിൻ ആ ഒരു സോഴ്സിൽ നിന്നും ഒരു പാത്ത്, ഒരു ലൈറ്റ് പാത്ത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കണക്റ്റഡ് ആകുന്നതായി ഇമാജിൻ ചെയ്യുക. Directly connected to your heart. And feel continuously ആ ഒരു ഡിവൈൻ എനർജി, ആ ഒരു ലൈറ്റ് പാത്ത് വേ വഴി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഫില്ലാകുന്നതായി ഇമാജിൻ ചെയ്യുക. ത്രൂ യുവർ ഈച്ച് ബ്രീത്ത് ആ ഒരു ബ്രൈറ്റ് ലൈറ്റ് നിങ്ങളിലേക്ക് പതുക്കെ അബ്സോർബ് ചെയ്യപ്പെടുന്നതായി ഇമാജിൻ ചെയ്യുക. Now you can feel that and see that clearly. Through your each breath, feel that energy. Now your heart is completely filled with that white energy. നിങ്ങളുടെ ശരീരത്തിലുള്ള ഓരോ നാഡീ ഞരമ്പുകളിലേക്ക് ആ
എനർജിയെ പതുക്കെ പാസ് ചെയ്ത് കൊടുക്കുന്നതായി ഇമാജിൻ ചെയ്യുക. ടു യുവർ ഹെഡ്, യുവർ ഫേസ്, then to your shoulders, your chest, then your lungs, your belly area. Move to your legs, your calf muscles, then your ankle, your complete body now covered with that white energy. Each and every cells, നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളും പതുക്കെ ആ ഒരു വൈറ്റ് ലൈറ്റാൽ ഫിൽ ചെയ്യപ്പെടുന്നതായി ഇമാജിൻ ചെയ്യാം. And you are completely connected to that source. ഓരോ സെൽസും വളരെയധികം റിലാക്സ്ഡ് ആയി റെജുവിനേറ്റ് ചെയ്യപ്പെടുന്നതായി ഇമാജിൻ ചെയ്യുക. നിങ്ങളുടെ ശരീരത്തിൽ അബ്സോർബ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം വൈറ്റ് എനർജി നിങ്ങൾ അബ്സോർബ് ചെയ്തിരിക്കുന്നു. നൗ റിലീസ് ദാറ്റ് ഇൻ ടു യുവർ ബോഡി ലെവൽ. നിങ്ങളുടെ ശരീരത്തിന് പുറത്തേക്ക് ആ പ്രകാശത്തെ റിഫ്ലക്റ്റ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. ആൻഡ് ശരീരത്തിന് ചുറ്റിലും അതൊരു വൈറ്റ് ഷീൽഡായി മാറുന്നതായി ഇമാജിൻ ചെയ്യുക. നൗ യു ആർ കംപ്ലീറ്റ്ലി പ്രൊട്ടക്റ്റഡ് ആൻഡ് ഫീൽ ദാറ്റ് എനർജി ഔട്ട്സൈഡ് ആൻഡ് ഇൻസൈഡ്. ആൻഡ് ടേക്ക് എ ഡീപ് ബ്രീത്ത്. Breathe out. Once more, take a deep breath and breathe out. Now, with a great pleasant smile, open your eyes. Rub your both hands. Place it on your eyes. Stretch your body and relax. Okay, how you feel? മാം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. Okay, connection കിട്ടിയോ? കിട്ടി മാം. Great, thank God. നമ്മൾ ആ Okay, thank you. നേരത്തെ എന്ന് വെച്ചാൽ നമ്മൾ ആ ലൈറ്റ് ഒക്കെ വന്ന് ഫീൽ ചെയ്യുന്നത് അത്ര അങ്ങോട്ട് വരൂലായിരുന്നേ. പക്ഷെ ഇപ്പൊ ശരിക്കും ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നതായിട്ടും ലൈറ്റ് അതിങ്ങനെ ഫീൽ ചെയ്തു, ശരിക്കും ഫീൽ ചെയ്തു കേട്ടോ മാം. താങ്ക് യു മാം. ഓക്കെ, നെക്സ്റ്റ് കഴിഞ്ഞില്ല, കുറച്ചുകൂടി പോർഷൻസും കൂടി കവർ ചെയ്യാനുണ്ട്. അപ്പൊ ഇതാണ് കണക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നൗ ഐ തിങ്ക് യു ഗെറ്റ് ദാറ്റ് കണക്ഷൻ. ഓക്കെ, ഇനി സെക്കൻഡ് ഇതാണ് കണക്ട് വിത്ത് യുവർ സോഴ്സ് എന്ന് പറഞ്ഞതിൽ നമ്മൾ ചെയ്യാനുള്ളത്. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിസ്കവർ യുവർ ഇന്നർ സെൽഫ്. ഡിസ്കവർ യുവർ ഇന്നർ സെൽഫ്. 3 കാര്യങ്ങളാണ് അവിടെ നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, നോട്ട് ഇറ്റ് ഡൗൺ. ഫൈൻഡ്, rejuvenate, connect. Okay, find, rejuvenate, connect. അതിൽ ആദ്യത്തെ പോയിന്റ് ഫൈൻഡ്. വാട്ട്, എന്ത് കണ്ടുപിടിക്കണ്ടേ, എന്തായിരിക്കും കണ്ടുപിടിക്കേണ്ടത്? അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞുതരാം. ഇന്നലെ ഞാൻ മോർണിംഗ് സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു ആ കാര്യം. എന്തുകൊണ്ടാണ് നമ്മുടെ ഇന്നർ സെൽഫ് നമ്മളോട് റെസ്പോണ്ട് ചെയ്യാത്തത്? നമ്മൾ പറയാറുണ്ടല്ലേ, എൻ്റെ ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്, ഉത്തരം കിട്ടാത്ത കുറേ ചോദ്യങ്ങളുണ്ട്. ഹൗ ഐ ഗെറ്റ് ദാറ്റ്? എനിക്ക് എങ്ങനെയാണ് അത് കണ്ടുപിടിക്കാൻ പറ്റുക? ആർക്കാണ് ആ ഉത്തരങ്ങൾ അറിയുക? ഓഫ് കോഴ്സ് നിങ്ങൾ. പോയിന്റ് ഒന്നുകൂടി പറയോ? ഡിസ്കണക്ട് ആയി പോയി. ഫൈൻഡ്, rejuvenate, connect. ഫൈൻഡ്, rejuvenate, connect. അതിൽ ഫൈൻഡ് ആണ് ആദ്യം പറയുന്നത്. അതായത് നമ്മൾ പറയാറുണ്ടല്ലോ, നമുക്ക് ഇന്നർ സെൽഫിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. മെഡിറ്റേഷൻ ജേണി എന്താണെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഇന്നർ സെൽഫിനെ കണ്ടുപിടിക്കുക.
വേ ടു ഇന്നർ സെൽഫ്, ടോക്ക് വിത്ത് ഇന്നർ സെൽഫ്. അങ്ങനെയെങ്കിൽ ഈ പുള്ളിക്കാരൻ എവിടെ പോയി, അല്ലെ ഈ പുള്ളിക്കാരത്തി എവിടെ പോയി, അല്ലെ? ആളെ കാണാനില്ലേ? വേ ടു ഇന്നർ സെൽഫ് എന്ന് പറയുമ്പോൾ ആളെ കണ്ടുപിടിക്കാനുള്ള ഓട്ടത്തിലല്ലേ? അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടായിരിക്കും നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഇന്നർ സെൽഫ് ആക്ടിവേഷൻ എന്തുകൊണ്ടായിരിക്കും നടക്കാത്തത്? ആള് പിണങ്ങിയിരിക്കുകയാണോ? ഇന്നലെ പറഞ്ഞൊരു എക്സാമ്പിൾ ഞാൻ അഗൈൻ റിപ്പീറ്റ് ചെയ്യാണ്. നിങ്ങൾ ഇമാജിൻ ചെയ്യാം, നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ഷോൾഡറിൽ ഒരു 3-4 കരിങ്കൽ കട്ടയോ അല്ലെങ്കിൽ ഒരു സിമെന്റ് ചാക്കൊക്കെ വെച്ച് തന്നിട്ട് ആ ഹെവിനെസ്സും കൊണ്ട് നിങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. അല്ലെ പോട്ടെ 2 ലഗേജ് നിങ്ങളുടെ ഷോൾഡറിൽ വെച്ച് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കും. ഞാൻ എന്നിട്ട് നിങ്ങളോട് തലങ്ങും വിലങ്ങും ചോദ്യം ചോദിക്കാം. വാട്ട് യു ഫീൽ? സത്യസന്ധമായിട്ട് പറയണം. എന്ത് തോന്നും? എന്താ തോന്നുക? ദേഷ്യം തോന്നും അല്ലെ? അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ചോദിക്കുന്ന ഉത്തരങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രോബ്ലം. എന്തുകൊണ്ടായിരിക്കും കിട്ടാത്തത്? നമ്മള് കുറെ ബേർഡനൊക്കെ ചുമന്നോണ്ട് നിൽക്കുന്നു. നമ്മൾ കുറെ ബേർഡൻ ആൾക്ക് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ താങ്ങി പിടിച്ച് നിൽക്കുന്നിടത്താണ് നമ്മൾ കുറെ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുന്നത്. ഉത്തരം തരുവോ? തരുവോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? ബേർഡൻ കുറയ്ക്കണം. അല്ലേ? ബേർഡൻ കുറക്കണമെങ്കിൽ അതിനെ കണ്ടുപിടിക്കണ്ടേ? എന്താണ് ഈ ബേർഡൻ എന്നുള്ളത് കണ്ടുപിടിക്കണ്ടേ? അതാണ് നമ്മൾ പറയുന്ന ഫൈൻഡ് ഔട്ട് യുവർ ബ്ലോക്കേജസ്, ഫൈൻഡ് ഔട്ട് യുവർ ഇമോഷണൽ ബേർഡൻസ്. ഹൗ? ഫ്രീക്വൻസി റേസ് ചെയ്യുന്നത് കാര്യങ്ങൾ പറഞ്ഞു അല്ലെ? അപ്പൊ ഫ്രീക്വൻസി റേസ് ചെയ്യണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന കാര്യങ്ങളിലൂടെയൊക്കെ ഗോ ത്രൂ ചെയ്യുമ്പോഴാണ് നമ്മൾ അലൈൻഡ് ആവുന്നത്. അലൈൻഡ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി കൂടി വരുന്നതാണ് ഫ്രീക്വൻസി. അപ്പോൾ എനിക്കിത് കൂട്ടണല്ലോ എന്നുള്ളതിനെ പറ്റി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? അലൈൻഡ് ആക്ഷൻസ് എടുത്താൽ മതി. അത് ഓൾറെഡി വി സ്റ്റാർട്ട്. ആൻഡ് നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, we want to find out what are the hidden emotional blockages we carry from our childhood itself. എന്തൊക്കെയാണ് നമ്മൾ ക്യാരി ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്? ഇസ് ഇറ്റ് റിയലി വോണ്ട്? നമുക്ക് വേണ്ടതാണോ വേണ്ടാത്തതാണോ എന്നുള്ളത് കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? മുന്നോട്ടുള്ള കാര്യങ്ങൾ ഈസി ആയിട്ട് ചെയ്യാം. അതായത് നമ്മൾ സെക്കൻഡ് മന്തിൽ റീവയറിങ് അല്ലെങ്കിൽ റീസ്ട്രെങ്തനിങ് എന്നുള്ളതാണ്. ആ ഒരു കാര്യത്തിൽ നമ്മൾ പുതിയ കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റണമെങ്കിൽ മേക്ക് ഷുവർ യു ഹാവ് ഇനഫ് സ്പേസ് ഫോർ ദാറ്റ്. അല്ലേ? നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് ഒരു നല്ല മൂവി ഡൗൺലോഡ് ചെയ്യണം എന്ന് വിചാരിക്കുക. ഒരുപാട് ജങ്ക് ഫയൽ ഉണ്ടെങ്കിൽ എന്താ നിങ്ങൾ യൂഷ്വലി ചെയ്യുക? നമുക്ക് നല്ലൊരു മൂവി കിട്ടിയിട്ടുണ്ട്, അതെന്തായാലും നമ്മുടെ ഫോണിലേക്ക് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കണം. ബട്ട് അത് ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ഫോൺ കാണിക്കുകയാണ് ഇൻസഫിഷ്യന്റ് സ്റ്റോറേജ് സ്പേസ്. വാട്ട് വിൽ യു ഡു? എന്ത് ചെയ്യും? അത്യാവശ്യമില്ലാതെ ഡിലീറ്റ് ചെയ്യും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇനി മുന്നോട്ട് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പല മോട്ടിവേഷൻ ക്ലാസ്സസ് കേൾക്കുന്നുണ്ടാവും. ഒരുപാട് കാര്യങ്ങൾ ശ്രമിച്ചിട്ടുണ്ടാവും, ഒരുപാട് ഗോൾ സെറ്റ് ചെയ്ത് മാറി മാറി നമ്മൾ ആക്ഷൻ പ്ലാനുകൾ അപ്ലൈ ചെയ്തു, മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് അപ്ലൈ ചെയ്തു, ലോ ഓഫ് അട്രാക്ഷന്റെ എന്തൊക്കെയോ റിച്വൽസ് പ്രാക്ടീസ് ചെയ്തു, സ്റ്റിൽ നടന്നില്ല. ദാറ്റ് മീൻസ് നമ്മൾ പറയില്ലേ, സ്ഥലം ഉണ്ടെങ്കിൽ മാത്രം അതിൽ എന്തെങ്കിലും ആഡ് ഓൺ ചെയ്ത് കൊടുക്കാൻ വേണ്ടി സ്ഥലം ഉണ്ടെങ്കിലാണ് അത് ഇൻസേർട്ട് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ. സ്ഥലം ഇല്ലെങ്കിൽ എന്താവും? അത് റിജക്റ്റ് ആയി പോവും. പലപ്പോഴും പല മോട്ടിവേഷൻ ക്ലാസ്സുകളും നമുക്ക് അങ്ങനെയാണ്. കേൾക്കുന്ന സമയത്ത് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരിക്കും, കുറച്ച് സമയം കഴിയുമ്പോൾ അത് എങ്ങടേക്ക് പോയെന്ന് അറിയില്ല. അപ്പോൾ നമ്മളൊരു ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ മേക്ക് ഷുവർ നിങ്ങളുടെ ഉള്ളിൽ അതിനെ അബ്സോർബ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ എങ്ങനെ ഈ സ്പേസ് ഉണ്ടാക്കും? അതാണ് നമ്മൾ നാളെ മുതൽ ചെയ്യാൻ പോകുന്നത്. ചക്രാസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുക. ഫ്രം റൂട്ട് ടു ക്രൗൺ.
ഓക്കെ, അപ്പോൾ വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഇവിടെ എത്രമാത്രം ഹോണസ്റ്റ് ആയിട്ട് എത്രമാത്രം ഡെഡിക്കേറ്റഡ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നു, അത്രമാത്രം നിങ്ങൾക്ക് അതിൽ മുന്നോട്ട് പോകാൻ പറ്റും. 100-ൽ 110% ഞാൻ ഗ്യാരണ്ടി പറയാം. പക്ഷേ അഗെയിൻ ഐ അണ്ടർലൈൻ, ആരാണോ സറണ്ടറായി ചെയ്യുന്നത് അവർക്ക് മാത്രമായിരിക്കും റിസൾട്ട് കിട്ടുക. ഇവിടെ നിങ്ങൾ പെർഫെക്ഷൻ ആവശ്യമില്ല, കൺസിസ്റ്റൻസി മതി. അതായത് ഞാൻ ചെയ്തതെല്ലാം പെർഫെക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല, എനിക്ക് റിസൾട്ട് കിട്ടോ, അതിനെ പറ്റി ടെൻഷൻ ആയിരിക്കണ്ട. നിങ്ങൾ എഫേർട്ട് ഇട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചെറിയൊരു എഫേർട്ട് നിങ്ങൾ ഇട്ടാൽ പോലും ദാറ്റ്സ് കൗണ്ടബിൾ എന്ന് പറയുന്നതിന്റെ റീസൺ അതാ. മേ ബി നിങ്ങൾ ചെയ്യുന്ന ടാസ്കുകൾ പോസ്റ്റ് ചെയ്യുമ്പോൾ പലർക്കും അതൊരു സിമ്പിൾ ആയിട്ടുള്ള കാര്യമായിട്ട് തോന്നാം, ബട്ട് ഇറ്റ്സ് റിയലി കൗണ്ടബിൾ. ഓക്കെ, അപ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം നമ്മുടെ ഈ കാര്യങ്ങൾ. റെജുവിനേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ചക്രാസിനെ റീബാലൻസ് ചെയ്യുന്നതാണ്. ത്രൂ ഔട്ട് ഇനി വരുന്ന ഡേയ്സിൽ നമ്മൾ അതാ ചെയ്യുക. ഓക്കെ, അതിനുശേഷം വി ക്യാൻ റീകണക്ട് വിത്ത് അവർ ഇന്നർ സെൽഫ്. അപ്പം നിങ്ങൾ പറയും, ഓക്കെ മാം എനിക്ക് ഇന്ന പോസിബിലിറ്റീസ് വന്നിട്ടുണ്ട് ആൻഡ് ഐ ഗോട്ട് ദിസ് ദാറ്റ്. ഓക്കെ, ഇപ്പൊ ഫ്രീക്വൻസി ഹയറിൽ ഓൾമോസ്റ്റ് ലെവലപ്പ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒന്ന് നിങ്ങൾ ബാലൻസ് ആവുമ്പോഴേ തന്നെ നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് വരാൻ തുടങ്ങും. ആർക്കൊക്കെയാണ് കുറച്ച് താഴത്തേക്ക് ഇരിക്കുന്നത് അവർക്ക് ഇച്ചിരി ടൈം എടുക്കുന്നേ ഉള്ളൂ. ബട്ട് ടൈം എടുത്താൽ എന്താ, നമ്മൾ അവിടെ എത്തും എന്തായാലും. ബട്ട് കുറച്ച് സ്ലോ ആയിരിക്കുന്നു മാത്രം. അപ്പൊ റിസൾട്ട് എത്രയും പെട്ടെന്ന് എടുക്കുക, ഷെയർ ചെയ്യുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ മോട്ടീവ്. അപ്പം ആ സമയത്ത് ഓക്കെ എനിക്ക് ഇന്ന കാര്യങ്ങളെ പറ്റി മനസ്സിലാകാൻ തുടങ്ങിയിട്ടുണ്ട് മാം, ഇന്നതൊക്കെ എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഇല്ല. ശരിക്കും അതാണ് നമ്മുടെ ലൈഫിൽ ഒരു പ്ലഷർ എന്നൊക്കെ പറയലേ. നിങ്ങളുടെ ഒരു ഹാപ്പിനെസ് കാണുക, അല്ലെങ്കിൽ നിങ്ങൾക്കത് നിങ്ങൾ റിസൾട്ട് ഷെയർ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു സന്തോഷം വരിക. അതിനു വേണ്ടി എന്ത് രീതിയിലുള്ള കാര്യം സപ്പോർട്ട് ചെയ്യാനും ഓൾവേസ് ഐ എം ഹിയർ ഫോർ യു. ഓക്കെ, ആൻഡ് അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് നമുക്ക് വേണ്ടത്, ഈ പറയുന്ന രീതിയിൽ നമ്മുടെ ബ്ലോക്കേജസ് കണ്ടുപിടിക്കണം, എന്താണ് കൃത്യമായിട്ട് അതിനെ അലൈൻ ചെയ്യണം. അങ്ങനെയെങ്കിൽ നമുക്ക് നാളത്തെ ജേണിയുടെ ഒരു ഇൻട്രോ എന്നുള്ള രീതിയിൽ 1-2 കാര്യങ്ങൾ പറഞ്ഞുതരാം. റെഡി? നമ്മൾ ചക്രാസിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. ചക്രാസിൽ 7 ചക്രാസ് ആണ് അവിടെ മെയിനായിട്ട് നമ്മൾ നോട്ട് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ 109 ചക്രാസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 7 ചക്രാസ് എന്താണ് ഈ ചക്രാസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എനർജി സെന്റേഴ്സ് ആൻഡ് മറ്റൊരു പേര് പറഞ്ഞാൽ മർമ്മങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 7 ചക്രാസും ഇറ്റ്സ് റിയലി വെരി ഇമ്പോർട്ടൻറ്റ്. അവിടെ നമുക്കൊരു മർദ്ദനം സംഭവിച്ചാൽ അല്ലെങ്കിൽ ഒരു ആഘാതം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ എഫക്റ്റ് അവർ ലൈഫ്. ഓക്കെ, ഒന്നാമത്തത് റൂട്ട് ചക്രയാണ് ആൻഡ് ഇറ്റ് അസോസിയേറ്റഡ് ഓർ ലൊക്കേറ്റഡ് അറ്റ് ദ ബേസ് ഓഫ് സ്പൈൻ. സ്പൈനൽ കോഡിന്റെ ഏറ്റവും അഗ്രഭാഗത്തായിട്ടാണ് ആ ഒരു ചക്രയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് സേക്രൽ ചക്ര, ലൊക്കേഷൻ വരുന്നത് നമ്മുടെ നേവലിന് 2 ഇഞ്ച് താഴെയാണ് അതിന്റെ ലൊക്കേഷൻ. ഓക്കെ, ദെൻ സോളാർ ഫ്ലെക്സ്, സ്റ്റൊമക്, ഹാർട്ട് ചക്ര, സെന്റർ ഓഫ് ചെസ്റ്റ്, ത്രോട്ട് ചക്ര, ത്രോട്ടിൽ തന്നെ. ദെൻ തേർഡ് ഐ, മിഡിൽ ഓഫ് ഐബ്രോസ്, ദെൻ ക്രൗൺ, ടോപ്പ് ഓഫ് യുവർ ഹെഡ്. ആൻഡ് ഈ ഓരോ ചക്രക്കും കൃത്യമായിട്ടുള്ള ഓർഗൻസ്, അസോസിയേറ്റഡ് ഓർഗൻസ് ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫിസിക്കൽ, അതിനിപ്പോൾ എന്തെങ്കിലും ഇംബാലൻസ് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ നിങ്ങൾ ഫിസിക്കലി ഇമോഷണലി എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും, വൈ യു ഫീൽ സ്റ്റക്ക് ഇൻ യുവർ കരിയർ, ഫൈനാൻഷ്യലി, ഹെൽത്ത് വൈസ്, റിലേഷൻഷിപ്പ്, എന്തുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റക്സ് വരുന്നു എന്നുള്ളത് ഈ ചക്രാസിലൂടെ ഗോ ത്രൂ ചെയ്യുന്ന സമയത്ത് വിസിബിളി നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് ചക്രാസിന്റെ ഇംബാലൻസ് മാത്രമല്ല, നമ്മൾ അതിന്റെ ഹൈപ്പർ ആക്റ്റീവ് പോർഷനും കൂടി നോക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങളും നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി പോകുമ്പോൾ നിങ്ങൾക്ക് എവിടെയാണോ കറക്ഷൻസ് വരുത്തേണ്ടത് എന്നുള്ളതായിരിക്കണം. ഇത് പഠിച്ചു പോകുക എന്നുള്ളതല്ല. നിങ്ങൾ എക്സാം എഴുതാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്.
അതുകൊണ്ട് തന്നെ ഓരോ ഇതിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് ഇടുന്ന സമയത്ത് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്, ഞാൻ ആ ഒരു കാര്യത്തിലൂടെ ഗോ ത്രൂ ചെയ്യുന്നുണ്ടോ, എനിക്ക് മുന്നോട്ട് പോകാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാം. ഓക്കെ, എന്നിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കമ്മിങ് ടു മീ. ഓക്കെ, അങ്ങനെയെങ്കിൽ ലാസ്റ്റ് നമുക്കൊരു റിലാക്സേഷൻ മെഡിറ്റേഷനും കൂടി ചെയ്യാം, ഒരു ഗ്രൗണ്ടിങ് മെഡിറ്റേഷനും കൂടി ചെയ്യാം. റെഡിയാണോ? റെഡിയാണ്. ഓക്കെ മാം. ഡു യു വാണ്ട് ഒരു 1 മിനിറ്റ് റിലാക്സേഷൻ ചെയ്യണോ? ഒന്ന് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ബോഡി ഒന്ന് ഷേക്ക് ചെയ്തിട്ട് ഇരുന്നോളൂ. ആൻഡ് മേക്ക് ഷുവർ നിങ്ങളുടെ ഫീറ്റ് ഫ്ലോറിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ. എന്തെങ്കിലും നിങ്ങൾക്ക് ഡിസ്കംഫർട്ടബിൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഒരു ക്ലോത്തോ എന്തെങ്കിലും വെക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫീറ്റ് കൃത്യമായിട്ട് ഫ്ലോറിൽ ടച്ച് ചെയ്യുന്ന വിധത്തിൽ വെക്കുക. ഓക്കെ, റെഡി? ഫൈൻ. Sit comfortably. Straight your spine. Relax your body and close your eyes. Take a few deep breaths. Breathe out. Again, take a deep breath. Breathe out. Imagine നിങ്ങളുടെ സറൗണ്ടിങ്സിൽ ഒരു വൈറ്റ് ലൈറ്റ് സ്പ്രെഡ് ആയിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇറ്റ്സ് യുവർ റിഫ്ലക്ഷൻ ഓഫ് പോസിറ്റീവ് എനർജി. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വൈറ്റ് ലൈറ്റ് നിങ്ങളുടെ ചുറ്റിലും സ്പ്രെഡ് ആയിരിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. തുടർന്നെടുക്കുന്ന ഓരോ ദീർഘശ്വാസത്തിലും ആ പ്രകാശം നിങ്ങളുടെ ശരീരത്തിനുള്ളിലേക്ക്, നിങ്ങളുടെ ശ്വാസത്തിൽ കലർന്നുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിനുള്ളിലേക്ക് കടക്കുന്നതായി ഇമാജിൻ ചെയ്യുക. ഫീൽ ചെയ്തുകൊണ്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക. ടേക്ക് all the positive energy in the form of that white light. Again, and feel that energy fill into your body, and through your each exhale, നിങ്ങളുടെ നിശ്വാസത്തിലൂടെ നിങ്ങളുടെ ശരീരത്തിലുള്ള എല്ലാ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസും, ബേർഡൻസ്, ഫിയർ, കൺഫ്യൂഷൻസ്, വറീസ്, സെൽഫ് ഡൗട്ട്, എല്ലാ നെഗറ്റീവ് ഇമോഷൻസും ഒരു ബ്ലാക്ക് സ്മോക്ക് എന്ന രീതിയിൽ നിങ്ങളുടെ നിശ്വാസവായുവിലൂടെ പുറത്തേക്ക് പോകുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. Take a deep breath. Breathe out. Inhale all the positive energy and exhale all the negative energy. Again, take a deep breath with all the positive energy and breathe out all the negative energy. And imagine your body is filled with that white light. നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ ആ ഒരു വൈറ്റ് ലൈറ്റ് ഫിൽ ആയിരിക്കുന്നതായി ഫീൽ ചെയ്യാം. ആ ഒരു വെളുത്ത പ്രകാശം നിങ്ങളുടെ ശരീരത്തിലൂടെ, നിങ്ങളുടെ ശിരസ് വഴി നിങ്ങളുടെ ശരീരത്തിലൂടെ പാസ് ചെയ്ത് പോകുന്നതായി ഇമാജിൻ ചെയ്യാം. അത് കടന്നു പോകുന്ന വഴികളിൽ നിങ്ങൾക്ക് ശാരീരികമായോ മാനസികമായിട്ടോ നിങ്ങളുടെ കോശങ്ങളിലോ അവയവങ്ങളിലോ ഞരമ്പുകളിലോ എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അവയെല്ലാം തന്നെ ക്ലെൻസ് ചെയ്തുകൊണ്ട് ആ പ്രകാശം കടന്നു പോകുന്നതായിട്ട് ഫീൽ ചെയ്യാം. ആൻഡ് പതുക്കെ ആ ഒരു പ്രകാശവും നിങ്ങളുടെ ഉള്ളിലെ അവശേഷിക്കുന്ന ഒരു ബ്ലാക്ക് എനർജി, ഒരു ബ്ലാക്ക് സ്മോക്കായി ആ പ്രകാശത്തിനൊപ്പം കടന്നു പോകുന്നതായി ഇമാജിൻ ചെയ്യുക. ആൻഡ് നൗ അത് നിങ്ങളുടെ പാദങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ ബ്ലാക്ക് എനർജിയും നിങ്ങളുടെ ഫീറ്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. നൗ യു ഫീൽ ഹെവിനെസ് ഇൻ യുവർ ഫീറ്റ്.
And imagine there is a golden root released from your feet. നിങ്ങളുടെ കാൽപാദത്തിൽ നിന്നും ഒരു ഗോൾഡൻ നിറത്തിലുള്ള റൂട്ട് പതുക്കെ ഭൂമിയിലേക്ക് കടന്നു ചെല്ലുന്നതായി ഇമാജിൻ ചെയ്യുക. ഭൂമിയുടെ അടിത്തട്ടിൽ അതൊരു ബിന്ദുവിൽ കണക്റ്റഡ് ആകുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. സ്ട്രോങ്ലി ആ ഒരു കണക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യാണ്. തുടർന്ന് പതുക്കെ ഓരോ നിശ്വാസം എടുക്കുമ്പോഴും ഓരോ ശ്വാസം എടുത്ത് നിങ്ങളുടെ ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴും ആ വേരുകൾ വഴി നിങ്ങൾ കളക്ട് ചെയ്തിരിക്കുന്ന എല്ലാ നെഗറ്റീവ് എനർജിയും പതുക്കെ റിലീസ് ചെയ്യപ്പെടുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. ഫീൽ ചെയ്യുക. പതുക്കെ നിങ്ങളുടെ കാലുകളിൽ നിന്നും ആ ഒരു എനർജി റിലീസ് ചെയ്ത് പോകുന്നതായി ഇമാജിൻ ചെയ്യുക. ആൻഡ് എർത്ത് വോണ്ട് ടു കൺവേ ദാറ്റ് യു ഡോണ്ട് നീഡ് ടു ക്യാരി എനി ബേർഡൻ നോ ലോങ്ങർ. ഇനി മുന്നോട്ട് നിന്റേതല്ലാത്ത ഒരു ഭാരവും നീ താങ്ങേണ്ടതില്ല. ജസ്റ്റ് സറണ്ടർ. കംപ്ലീറ്റ് ആയിട്ട് റിലീസ് ചെയ്ത് ആ വേരുകൾ വഴി ആ ഒരു ബ്ലാക്ക് സ്മോക്ക് കടന്ന് ഭൂമിയുടെ കോറിലേക്ക് എത്തുന്നതായി ഇമാജിൻ ചെയ്യുക. മേക്ക് ഷുവർ എല്ലാ നെഗറ്റീവ് എനർജിയും എല്ലാ ബ്ലാക്ക് സ്മോക്കും കടന്നു പോയി എന്ന് ഫീൽ ചെയ്യുക. Now you feel so light. ശരീരത്തിന് ഭാരമില്ലാതെ ഏറ്റവും റിലാക്സ് ചെയ്തിട്ട് ഫീൽ ചെയ്യാണ്. ആൻഡ് ഇമാജിൻ എർത്തിന്റെ ആ ഒരു റൂട്ടിൽ നിന്നും ആ കോറിൽ നിന്നും ഒരു ഗോൾഡൻ ലൈറ്റ് നിങ്ങളുടെ ശരീരത്തിലേക്ക് തിരികെ വരുന്നതായി ഇമാജിൻ ചെയ്യാം. വിത്ത് ലോട്ട് ഓഫ് പോസിബിലിറ്റീസ് ആൻഡ് അബണ്ടൻസ്, വിത്ത് ലോട്ട് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, ready to receive that. നന്ദിയോടുകൂടി ആ പ്രകാശത്തെ നിങ്ങളുടെ പാദത്തിലേക്ക് പതുക്കെ സ്വീകരിക്കുക. ആൻഡ് ഫീൽ നൗ ഇറ്റ്സ് എൻ്റർ ഇൻ ടു യുവർ ബോഡി, ടു യുവർ ankle, then to your calf muscle, to your thighs, then to your belly, move to your spine, next to spine, then to your lungs, your heart, chest, then to your throat, your face, your brain, and complete nerves. Your body is completely covered with that golden energy, and feel that warmth inside. And പതുക്കെ നിങ്ങളുടെ ശരീരത്തിന് പുറത്തേക്ക് അതൊരു റിഫ്ലക്ഷൻ ആയിട്ട് കൊടുക്കുക. And create a golden shield. Now you protected with double layer. One was white and second was golden. And carry this energy, this protection throughout all the day. And now take your time and move your legs. Just shake your feet, move slowly. Take your time. Slowly, gently open your eyes. 7, 6, 5, 4, 3, 2, 1. Move your legs and your hands. Rub it both hands. Place it on your eyes. Stretch your body. Okay. How you feel? വണ്ടർഫുൾ മാം. ഡിസ്കംഫർട്ടബിൾ ഫീൽ ചെയ്തോ ആർക്കെങ്കിലും? ഇറ്റ്സ് റിയലി വണ്ടർഫുൾ.
ഓക്കെ, താങ്ക് യു. നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും. എന്താണ് ഫീൽ ചെയ്തത്? എനിവൺ ഫീൽ എനി ഡിസ്കംഫർട്ടബിൾ? ഇടയ്ക്ക് ബ്ലാക്ക് ലൈറ്റ് മിക്സ് ആയി വന്നുപോയി. ഓക്കെ. Now you feel relaxed to your body? യെസ്. Okay, fine. Others? ഓക്കെ അല്ലേ? നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്തത് എന്നുള്ളത് ജസ്റ്റ് എനിക്ക് ഗ്രൂപ്പിൽ അറിയിക്കും കേട്ടോ. ഓക്കെ, റെഡി അല്ലേ? എന്താണ് Okay, ma'am. നിങ്ങൾക്ക് ക്ലാസ്സിന് കിട്ടിയത്? ആൻഡ് നിങ്ങളത് ഷെയർ ചെയ്യുന്ന നമ്മുടെ ഗ്രൂപ്പിൽ 180 മെമ്പേഴ്സ് ഉണ്ട് ആൻഡ് ഓൺലി 32 പീപ്പിൾസ് ആർ കം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങളുടെ റിവ്യൂസ് ഷെയർ ചെയ്യുക, എന്താണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കിട്ടിയത് എന്നുള്ളത് ഷെയർ ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ, ഗുഡ് നൈറ്റ്. Good night. Good night, ma'am. ഗുഡ് നൈറ്റ്.